ഹായ് ഗുഡ് ഈവനിങ് ടു യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. സുഖമാണ് എന്ന് വിചാരിക്കുന്നു. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ? ആൻഡ് ഐ ക്യാൻ സി രമ്യ രാജൻ ഹിയർ. ഹായ് രമ്യ, ഗുഡ് ഈവനിങ് രമ്യ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളവരെല്ലാം നിങ്ങളുടെ പേര് ഒന്ന് മെൻഷൻ ചെയ്ത് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് ഇടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. അപ്പോൾ എനിക്ക് നിങ്ങളെ അഡ്രസ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. ഹായ് ജെന്നി, ജെന്നി ജേക്കബ്, ഗുഡ് ഈവനിങ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇന്ന് നമ്മൾ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഈ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും നോക്കി അതിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കി നമുക്ക് പോകാം. നിങ്ങൾക്ക് ആൻസേഴ്സ് അതിൻ്റെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഹായ് മിനി പ്രകാശ്, ശില്പ, ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമൻസ് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പ്രധാനമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ എക്സാമിന് നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, മറിയുമ്മ എം കെ, ഗുഡ് ഈവനിങ്. ജ്യോതി ഹായ്. ജസീന ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും പോസ്റ്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസിയും സ്പീഡും ആണ് വേണ്ടത്. ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ എഫിഷ്യൻറ്റും ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ബി ഫാസ്റ്റ്. നല്ല സ്പീഡിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് പോവുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസിൽ നമുക്ക് എക്സ്പോഷർ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് നോക്കുന്ന സ്ലൈഡ്സിലും ചിലപ്പോൾ നിങ്ങൾ കാണും സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അതിനെ റീഫ്രേസ് ചെയ്ത് അല്ലെങ്കിൽ പാരഫ്രേസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ഞാൻ ചിലപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ആൻസേഴ്സിൻ്റെ വേർഡിങ്സും ചിലപ്പം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണും. പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയാൽ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അത് ഓരോരുത്തർ എഴുതുന്ന ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ മാറി മാറി വരാം. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇന്ന ഒരു വേർഡിങ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എക്സാമിന്. ബട്ട് ആ ഇൻഫർമേഷൻ നമുക്കറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഹായ് സവിത, അഭിരാമി, മിനി പ്രകാശ്, ജിഥ ആൻഡ് കുംഗഖ ഫാമിലി എം കെ എന്നാണ് എഴുതിയേക്കുന്നത്. അതുല്യ രവീന്ദ്രൻ, ഗുഡ് ഈവനിങ് ടു യു ഓൾ വൺസ് അഗെയിൻ. ഓൾറൈറ്റ്, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്കുണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ഇറ്റ് ക്വിക്ക്. അപ്പോൾ ടീച്ചിങ്ങിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ, അല്ലെങ്കിൽ ടീച്ചിങ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്. ഇത് ഒരുമാതിരി മിക്കവാറും എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസിനോട് ചോദിക്കാറുള്ളതാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് ചോദിക്കാം, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പോകുന്ന തൊഴിലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്? ടു ഗിവ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സിലബസ്, സിലബസിനെ ബേസ് ചെയ്തുള്ള ഇൻഫർമേഷൻ കൊടുക്കലാണോ, അതോ ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് സ്റ്റുഡൻസിന്റെ ആ ഒരു തിങ്കിങ് പവർ ഡെവലപ്പ് ചെയ്ത് അവരെ നല്ലതുപോലെ ചിന്തിപ്പിക്കാൻ കഴിവുള്ളവരാക്കിയെടുക്കുകയാണോ, അതോ ഡിക്റ്റേറ്റ് നോട്ട്സ്? ഓക്കെ, ഒരു പ്രധാന പണിയാണ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെയ്യുന്നത്, നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതാണോ ടീച്ചിങ്ങിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്, ഓർ ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ടു പാസ് ദ എക്സാം? ഓക്കെ, അറ്റ് ദ എൻഡ് എന്തായിരുന്നാലും ഡെഫിനറ്റ് ആയിട്ട് ഒരു എക്സാം ഉണ്ടാകും. അപ്പോൾ ആ ഒരു എക്സാമിന് അവരെ പാസ്സാക്കുക എന്നുള്ളതാണോ ശരിക്കും ഇവിടെ ഉദ്ദേശം? ഓക്കെ, അപ്പോ വിച്ച് ഓപ്ഷൻ, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആണോ, അതോ ഓപ്ഷൻ ഡി ആണോ നമ്മുടെ കറക്റ്റ് ആൻസർ? നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ചൂസ് ചെയ്തവർക്ക് എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കമന്റ് കണ്ട് സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാത്തത് ഒരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ റേഞ്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്ക്രീൻ ക്ലിയർ അല്ലാതെ ആയിട്ട് വരും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് ലാൻഡ്സ്കേപ്പ് മോഡ് ആക്കിയിട്ട് ഇതേപോലെ ചരിച്ചു വെച്ചിട്ട് അത് ഫുൾ സ്ക്രീൻ ആക്കുക. ഫുൾ സ്ക്രീൻ ഇങ്ങനെ നമ്മൾ ഈ ഒരു വെർട്ടിക്കലായിട്ട് ഫോൺ പിടിക്കുന്നതിന് പകരം ലാൻഡ്സ്കേപ്പ് ആയിട്ട് വെച്ച് ഫുൾ സ്ക്രീൻ ആക്കിയാൽ കുറെ കൂടെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും. ഇനി ഇച്ചിരി നല്ല റേഞ്ച് ഉള്ളിടത്തോട്ടൊന്ന് മാറിയിരിക്കാമെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ഇത് ലൈവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് സ്ട്രീം ചെയ്യുന്നതിനും
കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. സോ അങ്ങനെ ചെയ്താൽ ആ സ്ക്രീനിന്റെ ഇഷ്യൂ നിങ്ങൾക്കൊന്ന് മാറ്റി കിട്ടും. Alright, so now let us look at the next question. അടുത്തത്, which one of the following is a good method of teaching? ഓക്കെ, ടീച്ചിങ്ങിന് നമുക്കറിയാം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലെ, ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട്. ലെക്ചർ, ഡിക്റ്റേഷൻ, സെമിനാർ ആൻഡ് പ്രോജക്ട്, സെമിനാർ ആൻഡ് ഡിക്റ്റേഷൻ, ഡിക്റ്റേഷൻ ആൻഡ് അസൈൻമെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ഓപ്ഷൻസേ തന്നിട്ടുള്ളൂ. ഇനിയും വേറെ ഒരുപാട് അധികം ഓപ്ഷൻസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും നല്ല മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണ്? ലെക്ചർ ആൻഡ് ഡിക്റ്റേഷൻ ആണോ, സെമിനാർ ആൻഡ് പ്രോജക്റ്റ് ആണോ, സെമിനാർ ആൻഡ് ഡിക്റ്റേഷൻ ആണോ, അതോ ഡിക്റ്റേഷൻ ആൻഡ് അസൈൻമെന്റ് ആണോ? യെസ്, എക്സലന്റ്, വെരി ഗുഡ്. ഒരുപാട് പേര് ഈ ഓപ്ഷൻ ചൂസ് ചെയ്തേക്കുന്നത് കാണാം. ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ. സെമിനാർ ആൻഡ് പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം സെമിനാർ ആൻഡ് പ്രോജക്റ്റിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മറ്റ് മെത്തേഡ്സിന്റെ ഒക്കെ ഒരു 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 അസംബ്ലി ആയിരിക്കും ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ അതിനകത്ത് കുറച്ച് ലെക്ചർ ഉണ്ടാകും, ഒരു പക്ഷേ കുറച്ച് ഡിക്റ്റേഷൻ ഉണ്ടാകും, ഒരു പക്ഷേ അതിനകത്ത് എന്താ പറയേണ്ടത്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരാം. ഇതെല്ലാം ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള മെത്തേഡ്സ് ആണ് സെമിനാറും മെത്തേഡും അല്ല സെമിനാറും പ്രോജക്റ്റും എന്ന് പറയുമ്പോൾ. സോ ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, എക്സലന്റ്, ഗുഡ് ഗോയിങ്, കീപ് ഇറ്റ് അപ്പ്. അടുത്ത ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, എ ടീച്ചർ യൂസസ് ടീച്ചിങ് എയ്ഡ്സ് ഫോർ. ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ്ങിനുള്ള ടീച്ചറിന്റെ എക്യുപ്മെന്റ്സ് എന്തിനാണ് ടീച്ചർ ബേസിക്കലി യൂസ് ചെയ്യുന്നത്? ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുക. ഓപ്ഷൻ എ, മേക്കിംഗ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്. ഓപ്ഷൻ ബി, making teaching within understanding level of students, making students attentive, and to just for the sake of its use. അപ്പോൾ ഓപ്ഷൻ എ, ടീച്ചിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്, അതോ ടീച്ചിങ് കുട്ടികളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ ഇനി ടീച്ചിങ് സ്റ്റുഡൻസിനെ കുറെ കൂടെ അറ്റൻറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ ജസ്റ്റ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യണം, അത് ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്, ആ ഒരു കാരണം കൊണ്ട് മാത്രം ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുകയാണോ? ഞാനൊക്കെ ടീച്ചിങ് എയ്ഡ്സ് എന്നും പറഞ്ഞ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് എന്റെ സ്കൂൾ സമയത്താണ്. അന്നേരം ഓഡിയോ വിഷ്വൽ അവര് എന്തോ ഒരു ഡോക്യുമെന്ററി ഒക്കെ കാണിച്ചിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ അറ്റൻറ്റീവ് ആയിരുന്നു, കാരണം അന്ന് ടി വി ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അറ്റൻറ്റീവ് ആയിരുന്നു, അതൊന്ന്. രണ്ടാമത് ഇൻട്രസ്റ്റിംഗും ആയിരുന്നു, അത് വേറെ ഒന്ന്. പക്ഷേ അന്ന് നമ്മൾ ഒട്ടും റിയലൈസ് ചെയ്തില്ല. ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരിക്കെ ഞാൻ ഒട്ടും റിയലൈസ് ചെയ്തില്ല അത് എന്താ പറയേണ്ടത്, എൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എയ്ഡ് അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഞാൻ വിചാരിച്ചത് ഇത് ഒരു എന്റർടൈൻമെന്റ് ആണ് എന്നുള്ള രീതിയായിരുന്നു. ബട്ട് ഞാൻ മനസ്സിലാക്കാതെ പോയ, അന്നത്തെ എൻ്റെ ആ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാതെ പോയത്, ഇത് എനിക്ക് കുറെ കൂടെ മനസ്സിലായല്ലോ എന്നുള്ളതാണ്. കാരണം ഒരു ഡോക്യുമെന്ററി കാണിക്കുമ്പോൾ അത് ആ ഒരു റിയൽ ലൈഫ് സിനാരിയോ, ഒരു റിയൽ സിറ്റുവേഷനിൽ, ഇപ്പം വൈൽഡ് അനിമൽസിനെ പറ്റി കാണിക്കുകയാണെങ്കിൽ വൈൽഡ് അനിമൽസ് എവിടെയുണ്ടോ അവിടെ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ആ കാണിക്കുന്നത്. അപ്പൊ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് കണ്ട് അത് മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്താ പറയേണ്ടത്, മിനിയേച്ചേഴ്സും കാരിക്കേച്ചേഴ്സും ഒക്കെ കാണിക്കുന്നതിന് പകരം ഇത് ലൈവായിട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു റെക്കോർഡഡ് വേർഷൻ കാണിച്ചാൽ സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് എന്താ പറയേണ്ടത്, കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും അവർക്ക് നല്ലതുപോലെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതാണ് ടീച്ചിങ് കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമെന്നും സ്റ്റുഡൻസ് അറ്റൻറ്റീവ് ആകുമെന്നും എന്നൊക്കെ പറയുന്നത് അല്ലെ. സോ എക്സലന്റ് ചോയ്സ്, ഓപ്ഷൻ ബി കറക്റ്റ്. അത് ഐ ക്യാൻ സി ഒരുപാട് പേര് ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 4, എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഡിപ്പെൻഡ്സ് ഓൺ. ഇപ്പൊ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഏതൊക്കെ ഘടകങ്ങളെ അപേക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതിനെ അപേക്ഷിച്ചിരിക്കും ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്? ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചർ, ഒരു ടീച്ചറുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്താണോ, അതോ ഒരു ടീച്ചറുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്താണോ, അതോ ടീച്ചറുടെ ഹാൻഡ് റൈറ്റിങ്ങിനാണോ ഇവിടെ പ്രാധാന്യം വരുന്നത്, അതോ ആ ഒരു ടീച്ചറുടെ സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ്, ആ സബ്ജക്റ്റിൽ എന്തുമാത്രം ആ ടീച്ചർക്ക് നോളജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ, അതിനെ ബേസ് ചെയ്താണോ ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് വരുന്നത്? ഓക്കെ, ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഘടകങ്ങൾ അവിടെ ആവശ്യമാണ്. ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്, പേഴ്സണാലിറ്റി ആവശ്യമാണ്, ടീച്ചറുടെ ഹാൻഡ് റൈറ്റിങ്ങും നല്ലതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ബോർഡിൽ എഴുതി കൊടുക്കുന്നത് സ്റ്റുഡൻസിന് വായിക്കാൻ കഴിയണം, അവരുടെ ബുക്സ് കറക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് വായിക്കാൻ കഴിയണം,
പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ടീച്ചർക്കുള്ള ആ ഒരു സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. ടീച്ചർക്ക് ആ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടീച്ചർ. ടീച്ചർക്ക് ആ ഒരു സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓൾറൈറ്റ്, എക്സലന്റ്, ഗുഡ് ഗോയിങ്. ആൻസേഴ്സ് ഇങ്ങനെ തന്നെ മുമ്പോട്ട് നീങ്ങട്ടെ. ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓൾറൈറ്റ്, ദ നെക്സ്റ്റ് വൺ. Which of the following is not characteristics of a good question paper? ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലെ ഏത് അല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാകണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ക്വാളിറ്റിയാണ് അതിന് വേണ്ടാത്തത് എന്നുള്ളതാണ്. പറഞ്ഞ ഒബ്ജക്റ്റിവിറ്റി ആണോ വേണ്ടാത്തത്, സബ്ജക്റ്റിവിറ്റി ആണോ വേണ്ടാത്തത്, അതോ നോ യൂസേജ് ഓഫ് വേഗ് വേർഡ്സ്, വളരെ വേഗ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണോ, അതോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിലയബിൾ ആയിരിക്കണം എന്നുള്ളതാണോ നമുക്ക് വേണ്ടാത്തത്? ഇപ്പോ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സബ്ജക്റ്റിവിറ്റി വളരെയധികം കുറഞ്ഞിരിക്കണം. അപ്പൊ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് സബ്ജക്ട് ടു ചേഞ്ച് അല്ലെ. ഓരോരുത്തരുടെ ജഡ്ജ്മെന്റൽ കപ്പാസിറ്റി അനുസരിച്ച് ആ ഒരു സബ്ജക്റ്റിവിറ്റി മാറിയും തിരിഞ്ഞും ഒക്കെ വരാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരുപാട് അടുപ്പിക്കേണ്ടാത്ത ഒരു ഘടകമാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്റ്റിവിറ്റി ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൊണ്ടുവരേണ്ട, അൺലെസ് അത് ഒരു എന്താ പറയേണ്ടത് സബ്ജക്റ്റിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പിന്നെ സബ്ജക്റ്റിവിറ്റി മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി കഴിവതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നതാണ് നല്ലത്. സോ എവ്രിബഡി ഗെറ്റ്സ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓൾറൈറ്റ്, എക്സലന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ, യെസ്, ഇവിടെ റിസർച്ചർ ഇസ് ജനറലി എക്സ്പെക്റ്റഡ് ടു. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പം നിങ്ങൾക്ക് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇത് രണ്ടും എൻ്റെ സബ്ജക്ട്സ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള സബ്ജക്ട്സ് ആണ്. ഞാൻ എന്താ പറയേണ്ടത്, എൻ്റെ ഒരു ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ആണ് അല്ലെ, സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ആണ്. പിന്നെ നിങ്ങൾ ടീച്ചിങ് ആയിട്ടുള്ള മെത്തേഡ്സും റിസർച്ചിന് ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ BEdന് ഒരു പക്ഷേ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാകാം. ബട്ട് ഇവിടെ ഈ വരുന്ന എക്സാമില് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും അവരുടെ സബ്ജക്റ്റിൽ നല്ല 100% പ്രിപ്പയർഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എന്താ പറയേണ്ടത്, അവിടെ നിങ്ങളുടെ ആ ഒരു കഴിവ് തെളിയിക്കാൻ കഴിയുന്നത് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള പേപ്പേഴ്സിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ്. കാരണം ബാക്കിയുള്ള കാര്യത്തിൽ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള നമ്മൾ അസ്യൂം ചെയ്യണം, എല്ലാവരും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ അവിടെ കുറെ കൂടെ മുന്നോട്ട് വരുന്നതിന് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള പേപ്പറിലും കൂടെ നിങ്ങൾ ഈക്വൽ ഫോക്കസ് കൊടുക്കുക. സബ്ജക്ട് പേപ്പറിൽ കൊടുക്കുന്നത് പോലെയുള്ള ഈക്വൽ ഫോക്കസ് നിങ്ങൾ അതിനും കൊടുക്കുക. ദാറ്റ് വിൽ മേക്ക് യു സ്റ്റാൻഡ് അപ്പാർട്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഒരു റിസർച്ചർ ഇസ് ജനറലി എക്സ്പെക്റ്റഡ് ടു ഡു വാട്ട്? സ്റ്റഡി ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഇൻ എ ഫീൽഡ്. അപ്പോൾ റിസർച്ചിന്റെ ഒരു സ്റ്റെപ്പാണ് അതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചർ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയേണ്ടത് റിസർച്ച് പേപ്പേഴ്സ് എല്ലാം പഠിക്കുക എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത്. അപ്പോൾ രണ്ടാമത്തത് ജനറലൈസ് ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്, synthesize the ideas given by others, evaluate the findings of a study. അപ്പോൾ ഒരു റിസർച്ചറിൽ നിന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഓക്കെ, ഇതിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരെണ്ണം മാത്രമാണ് പൊതുവെ എല്ലാ റിസർച്ചേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം റിസർച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സിന്റെ ഭാഗങ്ങളാണ്. നിർബന്ധമായിട്ടും അവർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്, അവരുടെ റിസർച്ച് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ അങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ്, ആ ലിറ്ററേച്ചർ പഠിക്കുക എന്നുള്ളത്. അവർക്ക് മുന്നേ ഈ സെയിം കാര്യത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിസർച്ച് പേപ്പേഴ്സ് എടുത്തു പഠിക്കുക, അത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ബൈ ഡിഫോൾട്ട് അവർ ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി, ഓക്കെ, അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ജനറേറ്റ് ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. ന്യൂ പ്രിൻസിപ്പിൾസ് ആൻഡ് ന്യൂ തിയറീസ്, ഇതിനു മുമ്പ് ആരും ജനറേറ്റ് ചെയ്തിട്ടില്ലാത്ത പ്രിൻസിപ്പിൾസ് ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഒരു റിസർച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതൊരു സ്റ്റെപ്പ് അല്ല, അതാണ് ഒരു റിസർച്ചറിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്.
and synthesize the ideas given by others. Okay, അതൊരു പക്ഷേ ആ റിസർച്ചിനെ എടുത്ത് വീണ്ടും റീവർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അവിടെ ആ ഒരു സിന്തസിസ് വരുന്നത്. ഇനി അതല്ലെങ്കിൽ ഇവാലുവേറ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് എ സ്റ്റഡി. ആരെങ്കിലും ചെയ്ത ഒരു റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എടുത്ത് അതിനെ വീണ്ടും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ് യൂസ് ചെയ്ത് അതിനെ വീണ്ടും ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ദീസ് ആർ ഓൾ ഡിഫറെന്റ്. പക്ഷെ പൊതുവെ ഒരു റിസർച്ചർ ഇസ് എക്സ്പെക്ടഡ് ടു ഡു what is mentioned in option B, that is generate new principles and theories. Option B ആണ് നമ്മുടെ ഇവിടുത്തെ correct answer. And next question, one of the essential characteristics of research is replicability, generalizability, usability and objectivity. അപ്പോൾ റിസർച്ചിനകത്ത് വേണ്ട ഒരു എസെൻഷ്യൽ ക്യാരക്ടർ എന്താണ്? ഒരു റിസർച്ചിൽ വേണ്ട ഒരു അത്യാവശ്യം വേണ്ടിയ ഒരു ഘടകം എന്താണ്? റെപ്ലിക്കബിലിറ്റി ആണോ? എന്ന് പറഞ്ഞാൽ ആ റിസർച്ചിനെ വീണ്ടും എടുത്ത് ആരെങ്കിലും ഒരു റിസർച്ച് ആയിട്ട് ചെയ്താൽ ആ സെയിം റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളത്. ഓക്കെ, അത് ഒന്ന് ശരിയാണ്, അത് വേണം. ജനറലൈസബിലിറ്റി ആണോ? ഓക്കെ, അതിന്റെ ഒരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, അതോ ഈ റിസർച്ചിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ, അതോ ഇതിന്റെ ഒബ്ജക്റ്റിവിറ്റി ആണോ? യെസ്, യു ആർ റൈറ്റ്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അതിന്റെ ഒബ്ജക്റ്റിവിറ്റി തന്നെയാണ് അതിന്റെ ഒരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് നമുക്ക് പറയാം. ഒരു റിസർച്ചിന്റെ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകം ഇതാണ്. യെസ്, റെപ്ലിക്കബിലിറ്റി, ജനറലൈസബിലിറ്റി, യൂസബിലിറ്റി ഇതൊക്കെ ഒരു റിസർച്ചിന് ഉണ്ടായിരിക്കണം. പക്ഷേ ഒബ്ജക്റ്റിവിറ്റി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർ ദ മെയിൻ ഫീച്ചർ ദാറ്റ് എ റിസർച്ച് ഷുഡ് ഹാവ് എന്നുള്ളത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. ഇവിടെ നോക്കുക, ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. The government of India conducts census after every 10 years. Okay, എല്ലാ 10 വർഷത്തിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നു. The method of research used in this process is. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സെൻസസ് കണ്ട് എത്തുന്നത്? അപ്പൊ സെൻസസ് എന്ന് പറയുമ്പം അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു വാക്കുണ്ട്. ഇതൊന്നും അറിയാത്ത, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയും സാധാരണ ആൻസർ ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ചിന്തിച്ചു നോക്കിയോ, ഒരു കേസ് സ്റ്റഡി ആണോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് റിസർച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഡെവലപ്മെന്റൽ റിസർച്ച് ആണോ, സർവേ ആണോ, അതോ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ? ഡെഫിനറ്റ്ലി ഒരു സെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എക്സ്പെരിമെന്റൽ റിസർച്ച് അല്ല, അല്ലെ? കാരണം ഒരു എക്സ്പെരിമെന്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം, അതല്ല ഡെഫിനറ്റ്ലി. അപ്പോൾ ഡെവലപ്മെന്റൽ എന്താണ് ശരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? ഒരു പക്ഷെ ഡെവലപ്മെന്റിനുള്ള ബേസിസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാകും ഈ ഒരു സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കേസ് സ്റ്റഡിയും അല്ല, ഒരു പ്രത്യേക പ്രശ്നം എടുത്ത് പഠിക്കുന്നതല്ല. സോ അതൊരു സർവേ തന്നെയാണ്, അല്ലെ? ഒരു സർവേ, അവർ വീട് വീടാന്തരമൊക്കെ വന്ന് എങ്ങനെയൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലുള്ള ഇൻഫർമേഷൻ കളക്ഷൻ ആണ് ബേസിക്കലി ഈ ഒരു റിസർച്ചിനകത്ത് നടക്കുന്നത്. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഒരു സർവേ ആണ് ഇതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, an academic association assembled at one place to discuss the progress of its work and future plans. Such an assembly is known as. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഒരു അക്കാഡമിക് അസോസിയേഷൻ, ഓക്കെ, അവര് ഒരു സ്ഥലത്ത് ഒത്തുകൂടി, കുറെ ആൾക്കാർ അവിടെ നിന്ന് ഒത്തുകൂടി, ആൻഡ് അവർക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അവരുടെ വർക്കും ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചും. ആ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോളേജോ സ്കൂളോ എന്തോ, അതിൽ കുറെ ആൾക്കാർ കൂടി അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ്, ദ വേ ഫോർവേഡ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടി. അപ്പൊ ഇങ്ങനെ കൂടുന്ന ഒരു അസോസിയേഷന് വേണ്ടി എന്താണ് പറയുക? കോൺഫറൻസ് എന്നാണോ, സെമിനാർ എന്നാണോ, വർക്ക്ഷോപ്പ് ആണോ, അതോ ഇസ് ഇറ്റ് എ സിംപോസിയം? ഓക്കെ, ഈ ടേംസ് ഒക്കെ ഇതേ കണക്ക് കൂടുന്ന അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇതേപോലെ ആൾക്കാർ കൂടിയിരുന്ന് ഒരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള പല പേരുകളാണ് ഈ കോൺഫറൻസ്, സെമിനാർ, വർക്ക്ഷോപ്പ്, സിംപോസിയം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കൂടുന്നതിന് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഒരു കോൺഫറൻസ് എന്ന് തന്നെയാണ് ഇതിന് പറയുക. ഓക്കെ, കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാകും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദാറ്റ് വുഡ് ബി ദ മേജർ അട്രാക്ഷൻ ഓഫ് എ കോൺഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഒരു കോൺഫറൻസ് തന്നെയാണ്. ആൻഡ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കഴിയും. സോ അതുണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിവിടെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് എ കോൺഫറൻസ്. ഓൾറൈറ്റ്,
അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ആൻഡ് ആസ് വി ഗോ ഫോർവേഡ്, an investigator studies the census data for a given area and prepared a write-up based on them. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ, അതൊരു റിസർച്ചർ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഏരിയയുടെ സെൻസസ് ഡേറ്റ അദ്ദേഹം പഠിച്ചു, ആ ഒരു ഏരിയയുടെ, എന്നിട്ട് അതിന് ഒരു റൈറ്റപ്പും ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റൈറ്റപ്പിന് എന്താണ് പറയുക? ഇസ് ഇറ്റ് കോൾഡ് എ റിസർച്ച് പേപ്പർ? ഇസ് ഇറ്റ് കോൾഡ് an ആർട്ടിക്കിൾ? ഇസ് ഇറ്റ് കോൾഡ് തീസിസ്? അതോ ഒരു റിസർച്ച് റിപ്പോർട്ടാണ്? നമുക്കറിയാം റിസർച്ച് പേപ്പർ, ആർട്ടിക്കിൾ, തീസിസ്, റിസർച്ച് റിപ്പോർട്ട് ഇതൊക്കെ ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൈറ്റപ്സ് ആണ്. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉണ്ട്, ആ ഡേറ്റ ആദ്യമേ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഡേറ്റ എവിടെന്നെങ്കിലും ഒബ്റ്റെയിൻ ചെയ്ത്, ഇപ്പൊ സെൻസസിന്റെ ഡേറ്റ ഗവൺമെന്റ് ആണ് എന്താ പറയേണ്ട മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് ആർക്കൈവ്സിൽ നിന്ന് ഈ ഒരു ഡേറ്റ അദ്ദേഹം ഒബ്റ്റെയിൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ഘടകങ്ങൾ എടുത്ത് ഒരു റൈറ്റപ്പ് അതിന് പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒന്നിന് ഇറ്റ് ഇസ് കോൾഡ് an ആർട്ടിക്കിൾ. അതൊരു റിസർച്ച് പേപ്പർ അല്ല, ഇറ്റ് ഇസ് കോൾഡ് an ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എന്നാണ് ഇതിന് സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ ഡെഫിനിഷന്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ there is another side of the story. ഒരു ആർട്ടിക്കിൾ എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്, റിസർച്ച് പേപ്പർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഇൻഫർമേഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അത് വേറെ തന്നെയുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്ന ഒരു പേപ്പറിന് ഇറ്റ് ഇസ് കോൾഡ് an ആർട്ടിക്കിൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം ബിഫോർ മൂവിങ് ഓൺ. അപ്പോൾ സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് which consists of positive factors contributing to effectiveness of teaching. അപ്പൊ ഇവിടെ 5 ഫാക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 ഫാക്ടേഴ്സിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. BCD, CDF, BDE അല്ലെങ്കിൽ ACF. ഇതിൽ ഏതാണ്? അപ്പോൾ ആ ഒരു ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ കുറച്ച് മുന്നേ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലെ കുറച്ചൊരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് നോളജ് ഓഫ് ദ സബ്ജക്ട് ഇത് ആവശ്യമുണ്ടോ? ടീച്ചേഴ്സ് നോളജ് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് നോളജ് ഓഫ് ദ സബ്ജക്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് ഒരിച്ചിരി മുന്നേ, ഒരു 3-4 ക്വസ്റ്റ്യൻസ് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത്. കാരണം ആ ടീച്ചർക്ക് ആ ഒരു സബ്ജക്റ്റിൽ നോളജ് ഉണ്ടെങ്കിലാണ് ബാക്കിയുള്ളതെല്ലാം അതിന് പ്രയോജനപ്പെടുന്നത്. നോക്ക്, ടീച്ചേഴ്സ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഒരു ടീച്ചറുടെ ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, അപ്പൊ എക്കണോമിക്കലി സോഷ്യലി ഫോർവേഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണോ, അതോ എക്കണോമിക്കലി സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അത് ശരിക്കും ഒരു ടീച്ചറുടെ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു എഫക്റ്റീവ്നെസ്സിനെ അത് ബാധിക്കുമോ? അത് ബാധിക്കത്തില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബാധിക്കാൻ പാടില്ല, അല്ലെ? ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓഫ് ദ ടീച്ചർ. യെസ്, ടീച്ചർക്ക് നല്ല നോളജ് ഉണ്ടാകും, പക്ഷെ ഈ നോളജ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കണം. അതിന് നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതലും ഒരു ലെക്ചർ സ്റ്റൈൽ ഓഫ് ഡെലിവറി ആണ് ടീച്ചേഴ്സ് കൂടുതലും നടത്തുന്നത്. അപ്പൊ ലെക്ചർ ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിന് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സ് നോളജ് ഓഫ് ദ സബ്ജക്ട് ഒരു ഫാക്ടറാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതിനകത്ത് മറ്റൊരു ഫാക്ടറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടീച്ചേഴ്സ് എബിലിറ്റി ടു പ്ലീസ് ദ സ്റ്റുഡൻസ് നിർബന്ധമല്ല. ടീച്ചേഴ്സ് ഇപ്പം സ്റ്റുഡൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് പ്ലീസ്ഡ് ആകുന്നത് അവരുടെ ആ ഒരു 35-40 മിനിറ്റ് ക്ലാസ്സിൽ ഒരു 20 മിനിറ്റ് അവരുമായിട്ട് എന്താ പറയേണ്ടത്, ഗെയിംസ് കളിക്കുകയും ബാക്കി ഒരു 10 മിനിറ്റ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസ് വളരെയധികം പ്ലീസ്ഡ് ആകും. അപ്പൊ സ്റ്റുഡൻസിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതല്ല ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നതിന് ഒരു ടീച്ചറുടെ ഉദ്ദേശം. ആൻഡ് ടീച്ചേഴ്സ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ദ സ്റ്റുഡൻസ്. ഓരോ സ്റ്റുഡൻസുമായിട്ട് ടീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പേഴ്സണൽ റാപ്പോ. അപ്പോൾ 40 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ ഈ 40 പേരെടുത്തും ഒരുപക്ഷെ ടീച്ചറിന് ആ ഒരു പേഴ്സണൽ റാപ്പോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആൻഡ് ചിലപ്പോൾ ടീച്ചറിന് ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നും വരില്ല. അപ്പൊ അത് ഒരു നല്ല ഘടകമാണ്, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് ലാസ്റ്റ് വൺ, ലെറ്റ് us see ടീച്ചേഴ്സ് കമ്പീറ്റൻസ് ഇൻ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് ദ ക്ലാസ് റൂം ട്രാൻസാക്ഷൻസ്. ക്ലാസ് റൂമിൽ നടക്കുന്ന ഓരോ സംഗതികളും
എങ്ങനെയാണ് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ വേണ്ട തരത്തിൽ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇപ്പം 3 ഓപ്ഷൻസ്. ഓപ്ഷൻ ഡിയിൽ കാണുന്ന എയും സിയും എഫും, ഇത് മൂന്നും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഐഡിയലി നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം മാത്രമല്ല മനസ്സിലാക്കുന്നത്, ആ ഒരു എൻറ്റയർ കോൺസെപ്റ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി an entire concept that you have understood ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക്. യെസ്, ഒരുപാട് പേർക്ക് അതിന്റെ റൈറ്റ് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഐ ക്യാൻ സി ഓപ്ഷൻ 4 തന്നെയാണ്. യെസ്, ആൻഡ് ലാസ്റ്റ് ആൻസർ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇസ് ഫ്രം ബോബ്, പാറപ്പുറത്ത് ബോബ്. യെസ്, ബോബ് കറക്റ്റ് തന്നെയാണ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ നൗ. അടുത്ത് നമ്മൾ നോക്കിയാൽ the use of teaching aids is justified on the grounds of. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തുടക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഒരേ ചോദ്യം തന്നെ അല്ലെങ്കിൽ ഒരേ ഒരു ഐറ്റത്തിന്റെ ചോദ്യം തന്നെ പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒന്നാണ് ഇത്. ടീച്ചിങ് എയ്ഡ്സിനെ പറ്റി നമ്മൾ വേറെ ഒരെണ്ണം നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേർഡിങ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ബട്ട് ഇറ്റ് മീൻസ് ദ സെയിം. യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് അട്രാക്ടിങ് സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിലും ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിനെ അറ്റൻറ്റീവ് ആക്കി വെക്കുക എന്നുള്ളത്. ആൻഡ് മിനിമൈസിങ് ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ് ഇൻ ദ ക്ലാസ് റൂം. കുട്ടികളെ എല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് അവിടെ പിടിച്ചിരുത്തുക, അവരുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. യെസ്, അതാണോ ശരിക്കും ഇതിന്റെ ഉദ്ദേശം? മൂന്നാമത്തെ നോക്കിയേ, ഓപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ആൻഡ് നാലാമത്തത് എഫക്റ്റീവ് എൻഗേജ്മെന്റ്സ് ഓഫ് സ്റ്റുഡൻറ് ഇൻ ദ ലേണിംഗ് ടാസ്ക്. സ്റ്റുഡൻസിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എൻഗേജ് ചെയ്തെടുക്കണം, ദർ ഇസ് നോ ഡൗട്ട്. അവരെ നമുക്ക് ഡിസിപ്ലിൻഡ് ആക്കി ഇരുത്തണം, ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ആൻഡ് അറ്റൻറ്റീവ് ആയിട്ട് സ്റ്റുഡൻസ് ഇരിക്കണം, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ ടീച്ചിങ് എയ്ഡ്സ് കൊണ്ട് നേരത്തെ നമ്മൾ നോക്കി ടീച്ചിങ് വിതിൻ ദ ലേണിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് എന്നായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്തതെങ്കിൽ, ഇത്തവണ ഓപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കം ഓഫ് ദ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ലേണിംഗ് ഔട്ട്കം എന്താണോ അവർ ആ ടീച്ചിങ്ങിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പോകുന്നത്, അതിനെ വളരെ ഒരു ഓപ്റ്റിമൽ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അതാണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മാറിയും തിരിഞ്ഞും വരാനുള്ള സാധ്യതയെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. സോ ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ദാറ്റ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ assertion. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ അസേർട്ട് ചെയ്യേണ്ടത്. The purpose of higher education is to promote critical and creative thinking abilities among students. And അതിന്റെ reason, these abilities ensure job placements. Okay, അപ്പൊ ജോബ് പ്ലേസ്മെന്റ്സ് എൻഷോർ ചെയ്യുന്നു. ഫൈനലി അവർക്കൊരു ജോബ് കിട്ടണമല്ലോ. അപ്പൊ ജോബ് പ്ലേസ്മെന്റ്സ് എൻഷോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ടീച്ചിങ്ങിന്റെ പേർപ്പസ്, ആ ഹയർ എഡ്യൂക്കേഷന്റെ ടീച്ചിങ്ങിന്റെ പേർപ്പസ് ഇസ് ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റീസ്. അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യേണ്ടത് അവർക്ക് നല്ല ജോബ്സിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് കോഡ്സ്. അപ്പൊ ഇവിടെ അസേർഷൻ എ എന്നിവിടെ പറഞ്ഞേക്കുന്നു, ഇവിടെ ആർ. അപ്പൊ ഇതിന്റെ റിലേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, അപ്പൊ എയും ആറും ട്രൂ ആയിരിക്കണം. Purpose of higher education is to promote critical and creative thinking abilities among students. And these abilities ensure placements, job placements. ഇത് രണ്ടും ട്രൂ ആണോ? എയും ആറും ട്രൂ ആണോ? And R is the correct explanation of A. ഈ ആർ ഈ പറയുന്നതാണോ ഇതിന്റെ എക്സ്പ്ലനേഷൻ? ഓക്കെ, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇത് ചെയ്യാം, പക്ഷെ ഇതല്ലല്ലോ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ആണോ? യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇവിടെ നോക്കിയേ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ, but R is not the correct explanation of A. R എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ? എയുടെ എക്സ്പ്ലനേഷൻ ആണോ? തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ആൻഡ് A is true and R is false. A is false but R is true. നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 3ഉം 4ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ ആ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയാൽ, ഇപ്പം യു ആർ ഓൾ എ ഗവൺമെന്റ് ജോബ് ആസ്പിറന്റ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അപ്ലൈ ചെയ്ത് നോക്കുമ്പം ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ എയും ആറും കറക്റ്റ് അല്ലേ? ഇത് രണ്ടും ട്രൂ അല്ലേ? സോ ബോത്ത് ആർ ട്രൂ. അപ്പൊ നമ്മുടെ ചോയ്സ് ഷുഡ് ബി ഫ്രം either 1 or 2.
ആരെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു ഉത്തരം ഇവിടെ മാർക്ക് ചെയ്തോ? ലെറ്റ് മി ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോ യെസ്, ഐ ക്യാൻ സി എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് സെഡ് 2 ആൻഡ് ഷിബ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ ശരിക്കും ഇവിടെ പറഞ്ഞത് 1 എന്നുള്ളത്? ആൻഡ് യാ 2 ആണ് ഒരുപാട് ആൻസേഴ്സ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അബ്സല്യൂട്ട്ലി 2 ഇസ് ദ റൈറ്റ് ആൻസർ. എയും ആറും ട്രൂ ആണ്. ഇത് രണ്ടും ട്രൂ തന്നെയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. റീസൺ തന്നെയാണ്, എക്സ്പ്ലനേഷൻ അല്ല. സോ ജസ്റ്റ് വാച്ച് ഔട്ട് ഫോർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു പക്ഷേ എക്സാക്ട്ലി ഇതുപോലെ തന്നെ വന്നില്ലെങ്കിൽ ഏകദേശം ഈ രീതിയിലൊക്കെ വളച്ചു തിരിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് വാച്ച് ഔട്ട് ഫോർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പൊ അടുത്തതും ഏകദേശം ഈ ഒരു സ്റ്റൈലിൽ തന്നെ വരെയാണ്. അപ്പൊ ഇവിടെ നോക്ക്, മാച്ച് ദ ഐറ്റംസ് വിത്ത് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ദ ഫസ്റ്റ് സെറ്റ്, സെറ്റ് 1 ഇതാണ്, വിത്ത് ദാറ്റ് ഓഫ് ദ സെക്കൻഡ് സെറ്റ് ഇതാണ്. ഓക്കെ, ഇൻ റെസ്പെക്ട് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റം. അപ്പോൾ ഇവാലുവേഷൻ സിസ്റ്റം അഗെയിൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്ന്, അപ്പൊ ഇവാലുവേഷൻ സിസ്റ്റത്തിനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതും ഇതുമായിട്ട് നമ്മളൊന്ന് മാച്ച് ചെയ്തെടുക്കുക. എന്താണ് അതിന്റെ ഒരു മാച്ചിങ് എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഉണ്ട്, നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സെറ്റ് 2-ൽ കൊടുത്തേക്കുന്നത്, അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്തൊക്കെ നമുക്ക് ഫോർമേറ്റീവ് ഇവാലുവേഷനകത്ത് നിന്ന് വരണം എന്നുള്ളത് വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നോക്കാം. ഇവാലുവേറ്റിംഗ് കോഗ്നിറ്റീവ് ആൻഡ് co-cognitive aspects with regularity, test and their interpretations based on a group and certain yardsticks, grading the final learning outcomes, and quizzes and discussions. അപ്പോൾ എങ്ങനെയായിരിക്കാം നമുക്ക് അത് കൊണ്ട് വരേണ്ടിയത് എന്നുള്ള, ഇതിനെ ഒന്ന് മാച്ച് ചെയ്യാനാണെങ്കിൽ ഏത് കോമ്പിനേഷനിൽ നമുക്ക് ഇതിനെ ഒന്ന് മാച്ച് ചെയ്തെടുക്കാൻ കഴിയും? അപ്പം ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ എക്സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ. സമ്മേറ്റീവ് ഇവാലുവേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷന് വേണ്ടിയിട്ട് വരിക? ആൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണെങ്കിൽ ഇതിനകത്ത് ഏത് ഫോളോ ചെയ്താൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കിട്ടും? ആൻഡ് നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതാണ് നമുക്കിവിടെ വരേണ്ടത്? ലെറ്റ് മീ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് വാട്ട് ആർ ദി ആൻസേഴ്സ് ദാറ്റ് വി ഹാവ് ഹിയർ. അപ്പോ ഇതിനകത്ത് ഓക്കെ, എ വന്നിട്ടുണ്ട്, എ. ഓക്കെ, അപ്പൊ നിങ്ങൾ തരേണ്ട ആൻസർ കോഡ് താണ്ടെ ABCOD, ഇതിൽ ഏതാണ് എന്നുള്ളതിന്റെ ആൻസർ കോഡാണ് നിങ്ങൾ ശരിക്കും എനിക്ക് തരേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? Alright, I can see a lot of people saying A1. Okay, അപ്പോൾ അത് ഈ ഒരു ലൈനിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സലന്റ്, ഐ എം റിയലി വെരി ഹാപ്പി ടു സീ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചോണം. ഒന്നുമില്ലെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ചോദ്യം വരും, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. കാരണം വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻറ്റ്, പ്രാധാന്യമുള്ള, ഇന്ന് ഒത്തിരി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇവാലുവേഷൻ കോൺസെപ്റ്റ് ആണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നല്ലൊരു ഫോക്കസ് നിങ്ങൾ കൊടുത്തോണം. എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ സ്പെല്ലിംഗ് എങ്കിലും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ CC വാട്ട് ഇസ് CC എന്നെങ്കിലും ഒരു ചോദ്യം ചിലപ്പം വരാം. അല്ലെങ്കിൽ ഒരു ചോദ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് CCE എന്ന് മാത്രമായിരിക്കും ഒരു പക്ഷെ അതിനകത്ത് മെൻഷൻ ചെയ്യുക. അപ്പോൾ അത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ. A researcher intends to explore the effect of possible factors for the organization of effective midday meal interventions. Which research method will be most appropriate for this study? അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ he intends to explore the effect of possible factors for the organization of effective midday meal interventions. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള മിഡ് ഡേ മീൽ ഇന്റർവെൻഷൻസ് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്
ആൻഡ് അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഏത് റിസർച്ച് മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണോ, ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ് ആണോ, എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണോ, അതോ എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് ആണോ? ഇതിനകത്ത് ഏത് മെത്തേഡ് ആയിരിക്കും? അപ്പോൾ ഇതെല്ലാം റിസർച്ച് മെത്തേഡ്സ് ആണ്. അപ്പൊ ചില റിസർച്ച് മെത്തേഡ്സിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമ്മൾ കണക്കാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ നമ്പേഴ്സ് ഈ സ്ലൈഡിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവിടെ നിന്ന് കിട്ടും നമ്പേഴ്സ്. ഇതിപ്പം സ്ലൈഡ് നമ്പർ 16, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പറും 16 എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. യെസ്, അപ്പോൾ ഐ ക്യാൻ സീ ദി ആൻസേഴ്സ് കമ്മിങ് അപ്പ്. ജിജി, അനന്യ, ആശ, നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ജിജി സേസ് 3 ആൻഡ് അനന്യ സേസ് 4, ആശ സേസ് 4. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ 3 ആൻഡ് 4. ജിജി ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, എക്സ്പെരിമെന്റൽ മെത്തേഡ് ശരിക്കും ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് മിഡ് ഡേ മീൽ ഇന്റർവെൻഷൻ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഒരു പക്ഷേ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് ആ മിഡ് ഡേ മീൽ, ഉച്ചയ്ക്കുള്ള ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ ഒരു ഓർഗനൈസേഷന് മനസ്സിലാക്കിയിട്ട് പ്രോബബ്ലി ആ മിഡ് ഡേ മീൽ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ അവർക്ക് കുറെ കൂടെ ഇംപ്രൊവൈസ് ചെയ്തെടുക്കണം. യെസ്, അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന് എപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് വേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് വേണോ, അതോ കുറച്ച് നാൾ കഴിഞ്ഞ് മതിയോ? അതോ ഇപ്പൊ നമ്മൾ തുടങ്ങി, ഓക്കെ, ജൂണിൽ സ്കൂൾസ് തുറന്ന് ജൂണിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഹൈലൈറ്റ് ചെയ്ത് അടുത്ത ജൂണിലേക്ക് മതിയോ ഇതിന്റെ റിസൾട്ട്? പോരാ അല്ലെ? അപ്പൊ ജൂണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു പക്ഷേ ജൂൺ എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു 4-5 ദിവസം കൊണ്ട് ഇതിന് നമുക്കൊരു റിസൾട്ട് വേണം. അതിനൊരു റിസൾട്ട്, ആൻഡ് കാരണം ഇത് ഇമ്മീഡിയറ്റ്ലി ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ വരുമ്പോൾ എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് അതിന് യൂസ് ചെയ്യാം. അപ്പൊ ഈ മെത്തേഡിന്റെ ഒരു സവിശേഷത ഇത് തന്നെയാണ്, ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ വേണ്ട പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്തെടുക്കാൻ കഴിയും by using this particular method. Okay, right. Which of the following is an initial mandatory requirement for pursuing research? അപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യൽ ആയിട്ട് തുടക്കത്തിൽ വേണ്ട ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് എന്താണ് എന്നുള്ളത്, ഒരു റിസർച്ചർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? അപ്പോ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണോ, അതോ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണോ, അതോ ഡേറ്റ അനാലിസിസിനുള്ള പ്രൊസീജിയർ തീരുമാനിക്കുക എന്നുള്ളതാണോ, അതോ ആ ഒരു റിസർച്ചിന്റെ ഹൈപ്പോതെസിസ് ഉണ്ടാക്കുക എന്നുള്ളതാണോ? ഇവിടെ സ്പെസിഫിക്കലി നോക്കിക്കൊള്ളുക, ഇനിഷ്യൽ എന്ന് പറയുന്നുണ്ട്, ആൻഡ് ഇനിഷ്യലി മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്. ഈ ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് തുടക്കത്തിൽ തന്നെ അത് ചെയ്തില്ല എങ്കിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ചിലപ്പം 3-4 വർഷമൊക്കെ ആ ഒരു റിസർച്ചിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം അത്രയും കാലം ഉപേക്ഷിക്കേണ്ട വരുന്ന ഒരു സാഹചര്യത്തിലെത്താം. ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യൽ മാൻഡേറ്ററി റിക്വയർമെന്റ് ആ ഒരു റിസർച്ചിൽ നടത്തിയില്ല എങ്കിൽ, കാരണം ബാക്കിയുള്ളതെല്ലാം റിസർച്ചിന്റെ ഡിസൈൻ ആയാലും ഡേറ്റ അനാലിസിസിന്റെ പ്രൊസീജിയർ ആയാലും ആ റിസർച്ചിന്റെ ഹൈപ്പോതെസിസ് എന്തായിരിക്കണമെന്നായിരുന്നാലും എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനിഷ്യൽ മാൻഡേറ്ററി, വൺ ഓഫ് ദ ഇനിഷ്യൽ മാൻഡേറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണ്? റിസർച്ച് ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ റിസർച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് എന്തിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ റിസർച്ച് വേണ്ടത്? ഡു വി ഹാവ് എ പ്രോബ്ലം അറ്റ് ഹാൻഡ്? യെസ്, വി ഹാവ് എ പ്രോബ്ലം. അതിനാണ് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്. ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് നടത്തുന്നത്. സോ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം, ദാറ്റ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കി എല്ലാം അതിനെ ബേസിസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇനിഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് എന്ന് പറയുന്നത് റിസർച്ച് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2. റൈറ്റ്. അപ്പൊ അടുത്തത്, ദ ഫോർമാറ്റ് ഓഫ് thesis writing is the same as in preparation of research paper or article, writing of seminar presentation, a research dissertation,
or presenting a workshop or conference paper. അപ്പോൾ ഒരു തീസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരെണ്ണത്തിന് വളരെ സിമിലർ ആണ്. അത് ഏതാണ് എന്നുള്ളതാണ്. റിസർച്ച് പേപ്പർ ആണോ, സെമിനാർ പ്രസന്റേഷൻ ആണോ, ഒരു റിസർച്ച് ഡിസർട്ടേഷൻ ആണോ, അതോ കോൺഫറൻസ് പേപ്പർ ആണോ? യെസ്, you are right. It is very similar, or rather the same as a research dissertation. Option 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഇവിടെ. In qualitative research paradigm, which of the following features may be considered critical? ഓക്കെ, അപ്പൊ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഏതൊക്കെ താഴെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഏതൊക്കെ ഫീച്ചേഴ്സ് മേ ബി കൺസിഡേർഡ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ചുവിടാൻ കഴിയാത്തത് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ടല്ലേ വേറെ, അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്തത്. അപ്പോൾ ഓപ്ഷൻ 1, ഡേറ്റ കളക്ഷൻ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് റിസർച്ച് ടൂൾസ്, sampling design with probability sampling techniques, data collection with bottom-up empirical evidences, and data gathering to take place with top-down systematic evidences. അപ്പോൾ ഇത് നമ്മൾ ഓരോ ടൈപ്പ് റിസർച്ച് പ്രോഗ്രാംസ്, അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് വളരെ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഫീച്ചേഴ്സ് ആണിത്. അപ്പോൾ ഇതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, or the second one, sampling design with probability sample techniques. ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ഓക്കെ, now from the following list of statements, identify the set which has negative implications for research ethics. നമ്മളിപ്പോൾ റിസർച്ച് എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ യു ഓൾ ബീയിങ് ടീച്ചേഴ്സ്, ഒരു പക്ഷേ നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോയി റിസർച്ച് എത്തിക്സ് എന്താണെന്ന് പഠിച്ചില്ല എങ്കിൽ പോലും റിസർച്ച് എത്തിക്സിനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം നമ്മൾ ഓരോരുത്തരും ശരി എന്താണ്, തെറ്റെന്താണ്, അപ്പോൾ എന്ത് ചെയ്തുകൂടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അല്ലെ. ഇത്രയും നാളത്തെ വിദ്യാഭ്യാസവും എന്താ പറയേണ്ടത്, ശരി തെറ്റുകൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ ആ ഒരു ക്വസ്റ്റിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞ് നമുക്കൊരു ലെസൺ തന്നെയുണ്ട്, ഒരു ടോപ്പിക് തന്നെയുണ്ട്, ഒരു മണിക്കൂറത്തെ ഒരു ലെസൺ തന്നെയാണത്. പക്ഷെ ഇതിനകത്ത് നോക്കിയാൽ which of the following statements, list of statements identify a set which has negative implication? അപ്പോൾ റിസർച്ച് എത്തിക്സിന് ഒരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ്, റിസർച്ച് എത്തിക്സിന് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ ആണ് കൊണ്ടുവരേണ്ടത്. ഇതിനകത്ത് ഏതൊക്കെ നോക്കിയാൽ അതൊരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ കൊണ്ടുവരും. ലെറ്റ് us see. A researcher critically looks at the findings of another research. ഇത് എന്തെങ്കിലും നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ കൊണ്ടുവരുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിസർച്ചർ ചെയ്യേണ്ട ഇത് തന്നെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ റിവ്യൂ റാദർ ഇസ് ഐ തിങ്ക് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എ റിസർച്ച് പ്രോസസ്. അപ്പോൾ ഒരു റിസർച്ചർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി പോകേണ്ടത് ലിറ്ററേച്ചർ റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. അതായത് മുമ്പ് ആരൊക്കെ ഇതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയായിരുന്നു അവരുടെ ഔട്ട്കംസ്, അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി ഇതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരിക്കുന്ന കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ നീഡ് ടു നോ ദാറ്റ്. അപ്പോൾ അതാണ് ആ മറ്റുള്ളവരുടെ റിസർച്ച് ഫൈൻഡിങ്സ് നോക്കണം. ഇറ്റ് ഈസ് ക്ലിയർലി എത്തിക്കൽ, അതിനകത്ത് ഒരു അൺഎത്തിക്കാലിറ്റിയും ഇല്ല, അത് എത്തിക്കൽ തന്നെയാണ്. നമ്മൾ അത് നോക്കണം, കാരണം ഒരു പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അത് എത്തിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. ഇത് നോക്കിയേ, റിലേറ്റഡ് സ്റ്റഡീസ് ആർ സൈറ്റഡ് വിത്തൗട്ട് പ്രോപ്പർ റെഫറൻസസ്. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടെത്തി, പക്ഷെ അതിനെ എടുത്ത് നമ്മുടെ റിസർച്ച് പേപ്പറിനകത്ത് നമ്മൾ സൈറ്റ് ചെയ്ത് പക്ഷേ അതിനുള്ള പ്രോപ്പർ റെഫറൻസ് കൊടുത്തില്ല. അപ്പൊ ഞാനിപ്പം നിങ്ങളുടെ റിസർച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് എൻ്റെ റിസർച്ച് പേപ്പറിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ പറ്റി ഞാനൊരു പേപ്പറിനകത്ത് ഇങ്ങനെ കണ്ടിരുന്നു, പക്ഷെ അത് ആരുടെ പേപ്പർ എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ശരിക്കും എത്തിക്കലായിട്ടുള്ള ഒരു സംഗതിയാണോ? അത് നമ്മൾ ചെയ്യേണ്ടതല്ലേ? ഇത് ആരുടെ പേപ്പറിൽ നിന്നാണ് ഇത് കണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ സൈറ്റ് ചെയ്യണ്ടേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ സൈറ്റ് ചെയ്യാത്തടത്തോളം
നമ്മുടെ ഈ ഒരു റിസർച്ച് എടുത്തിട്ട് ഇത് ആർക്കെങ്കിലും യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും അല്ലെ. കാരണം ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അടുത്ത നോക്ക്, മൂന്നാമത്തെ, റിസർച്ച് ഫൈൻഡിങ്സ് ആർ മെയ്ഡ് ദ ബേസിസ് ഓഫ് ഫോർ പോളിസി മേക്കിംഗ്. അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് അതിനെ ബേസ് ചെയ്ത് പോളിസീസ് ഉണ്ടാക്കുന്നത് എത്തിക്കലാണോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ പോളിസീസ് അത് ആ റിസർച്ചിന്റെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തായിരിക്കണം എന്ന് പറയുന്നത് എത്തിക്കലാണോ? ഇറ്റ് ഇസ് പ്യൂർലി എത്തിക്കൽ അല്ലെ. ചിലപ്പം ഒരു പക്ഷേ ആ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റിസർച്ച് തന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് എത്തിക്കൽ. അങ്ങനെ നമ്മൾ ആ ഒരു റിസർച്ച് ഫൈൻഡിങ്സിനെ ബേസ് ചെയ്ത് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രയോജനം എന്ന് ആലോചിച്ച് നോക്ക്. ഇറ്റ് ഈസ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് അല്ലെ. നാലാമത്തെ നോക്കിയേ, conduct of practitioner is screened in terms of reported research evidences. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് റിസർച്ച് എത്തിക്സിന് നല്ലതാണോ, റിസർച്ച് എത്തിക്സിന് നല്ലത് അല്ലേ എന്നുള്ളത്. ആൻഡ് 5, a research study is replicated with a view to verify the evidences from other researchers. Okay, fine. And both policy making and policy implementing processes are regulated in terms of preliminary studies. അപ്പൊ ഇങ്ങനെ ഈ 6 പോയിന്റ്സ് നമുക്ക് ഇവിടെയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണ് ശരിക്കും നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ റിസർച്ച് എത്തിക്സിനകത്ത് അൺഎത്തിക്കാലിറ്റി വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കൊണ്ടുവരുന്ന പോയിന്റ്. സോ യു ഹാവ് ഐഡന്റിഫൈഡ് ഇറ്റ് റൈറ്റ്ലി. ഇറ്റ് ഇസ് ഓപ്ഷൻ 3, 2, 4 ആൻഡ് 6. ഇതാണ് ശരിക്കും റിസർച്ച് എത്തിക്സിൽ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ കൊണ്ടുവരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഇതാണ്. ഓക്കെ, now let's move on to the next one. Which among the following skill is required most for a present day teacher? ഇന്നത്തെ കാലത്തെ ടീച്ചേഴ്സിന് ഈ കാണുന്ന സ്കിൽസിൽ ഏതാണ് ഏറ്റവും അധികം ആവശ്യമുള്ള സ്കിൽ? പ്ലാനിംഗ് ആണോ, ഇൻസ്ട്രക്ഷൻ ആണോ, ഇവാലുവേഷൻ ആണോ, ഫെസിലിറ്റേഷൻ ആണോ? ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കിൽ? പ്ലാനിംഗ്, ഇൻസ്ട്രക്ഷൻ, ഇവാലുവേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. യെസ്, ഓപ്ഷൻ ഡി തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇന്നത്തെ ടീച്ചർ ശരിക്കും ഒരു പ്ലാനറോ ഒരു ഇൻസ്ട്രക്ടറോ ഒരു ഇവാലുവേറ്ററോ അല്ല. ഇന്നത്തെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ് അല്ലെ. ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. അതാണ് ഇന്നത്തെ ടീച്ചർ എന്ന് പറയുന്നത്. സോ ദ ടീച്ചർ ഇസ് എ ഫെസിലിറ്റേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഫെസിലിറ്റേഷൻ സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഫെസിലിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കുറേ സബ് സ്കിൽസ് ഒക്കെ ഉണ്ട്. ആ സബ് സ്കിൽസ് എല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് കൊണ്ടാണ് ഫെസിലിറ്റേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. റൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ. While initiating the instructional process, a teacher should be aware of. ആ ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടീച്ചർ അറിഞ്ഞിരിക്കണം? ലേണേഴ്സ് ക്വാളിറ്റീസ്, ലേണേഴ്സ് റെഡിനെസ് ടു ലേൺ, സ്ട്രക്ചർ ഓഫ് ദ ലെസൺ, പ്രിപ്പറേഷൻ ഓഫ് ദ ലെസൺ. ഓക്കെ, ഇവിടെ ഇതൊക്കെ ഇപ്പൊ വരുന്നത് നമ്മൾ ഇന്ന് സ്റ്റുഡൻറ് സെൻട്രിക് ലേണിങ്ങിനാണല്ലോ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ഇതിന്റെ തിങ്ക് ചെയ്ത് നോക്കിയേ. ഇപ്പം ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പക്ഷേ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ആയിരിക്കില്ല. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആയിരിക്കും എങ്ങനെയാണ് ഇത് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ലേണേഴ്സിന്റെ ക്വാളിറ്റീസ് ടീച്ചേഴ്സിന് അവെയർ ആയിരിക്കേണ്ട കാര്യമുണ്ടോ? അവെയർ ആയിരുന്നാലും വാട്ട് ഡിഫറൻസ് ക്യാൻ ദ ടീച്ചർ മേക്ക് ദ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഫ്രോം എമംഗ് ദ ഗിവൻ പ്രോസസ് ഓർ അതർ ദ ഗിവൻ ലിസ്റ്റ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ലേണറിന്റെ റെഡിനെസ്. ഇസ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ റെഡി ടു ലേൺ? അപ്പോൾ ഇൻഡയറക്ട്ലി നോക്കിയാൽ ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ലേണറിന്റെ റെഡിനെസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെ നാളെ ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്നത് ഇന്നതാണ്. ഇസ് ദാറ്റ് പേഴ്സൺ റെഡി ടു അബ്സോർബ് ദറ്റ് നോളജ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലേണേഴ്സ് റെഡിനെസ് ആണ് ആ ഒരു ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചർ മനസ്സിൽ വെക്കേണ്ട സംഗതി is this. Now, moving on.
Comprehensive evaluation is inclusive in nature by doing it. Regularly ആണോ, പീരിയോഡിക്കലി ആണോ, കണ്ടിന്യൂസ്ലി ആണോ, സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യുകയാണോ? അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ മനസ്സിൽ വെച്ചോളുക. ഇത് നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇസ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ. അപ്പോൾ ഇത് ഉൾപ്പെട്ട് തന്നെ വരുന്നതാണ്. നമ്മൾ അത് എങ്ങനെ ചെയ്യുമ്പോൾ, റെഗുലർലി ചെയ്യുമ്പോഴാണോ, പീരിയോഡിക്കലി ചെയ്യുമ്പോഴാണോ, കണ്ടിന്യൂസ്ലി അതോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ചെയ്യുമ്പോഴാണോ? Irrespective of the subject, yes, you are right, option C is the right answer. അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴാണ്. അതിന് ഒരു 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 റെഗുലർ ഇന്റർവെൽ അതിന് കൊടുക്കണം എന്നില്ല, ബട്ട് പീരിയോഡിക്കലി ആകണമെന്നുമില്ല. പക്ഷെ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നതായിരിക്കണം. പ്രോബബ്ലി ഈവൻ ഫ്രം ഡേ 1 ഓർ അല്ലെങ്കിൽ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇസ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ ബൈ ഡൂയിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. Which of the following is most suitable for meaningful learning in a classroom? Interaction ആണോ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണോ, എക്സ്പെരിമെന്റ്സ് ആണോ, ഡെമോൺസ്ട്രേഷൻ ആണോ? ആ ഒരു മീനിങ് ഫുൾ ലേണിംഗ് ക്ലാസ് റൂമിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഏത് ടൈപ്പ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരിക? ഇന്ററാക്ഷൻ, ഇൻസ്ട്രക്ഷൻസ്, എക്സ്പെരിമെന്റ്സ് ഓർ ഡെമോൺസ്ട്രേഷൻ? എന്തെങ്കിലും കൊണ്ടുവന്നൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആലോചിക്കുക. ഡെമോൺസ്ട്രേഷൻ ഇസ് പ്രോബബ്ലി വൺ വേ, അല്ലെ? ഒരാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന, മറ്റുള്ളവർ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. എക്സ്പെരിമെന്റ്സ് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് കൂടി ചേർന്ന് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന, ബാക്കിയുള്ളവരെല്ലാവരും സ്പെക്ടേറ്റേഴ്സ് ആണ്. ഇൻസ്ട്രക്ഷൻസ്, ദ ടീച്ചർ ഗിവ്സ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എന്താ പറയേണ്ടത്, അത് ശരിക്കും ആ ഇൻസ്ട്രക്ഷൻസ് അവർ അബ്സോർബ് ചെയ്തോ മനസ്സിലാക്കിയോ എന്നുള്ളത് ഇമീഡിയറ്റ് ആയിട്ട് ടീച്ചർക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല. ബട്ട് ഇന്ററാക്ഷൻ ആണ് ഏറ്റവും ഒരു മീനിങ് ഫുൾ ലേണിങ്ങിന് ഏറ്റവും അധികം സൂട്ടബിൾ ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റൈൽ. ഓപ്ഷൻ എ ഇന്ററാക്ഷൻസ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബെസ്റ്റ് ടീച്ചിങ് എയ്ഡ്? അപ്പൊ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സിൽ ഏതാണ് ഒരു നല്ല ടീച്ചിങ് എയ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഡയറോമ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ, അതോ സൗണ്ട് മോഷൻ പിക്ചർ? ഇതിലേതായിരിക്കും? അപ്പോൾ നമുക്ക് നല്ല ഒരു ടീച്ചിങ് എയ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ കാണാനും കേൾക്കാനും കഴിയണം, അല്ലേ? അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ ഒരു ഡോക്യുമെന്ററിയെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. സോ ഇറ്റ് ഈസ് ദ സൗണ്ട് മോഷൻ പിക്ചർ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഈ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. Now, the basic unit of society, ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? ഇൻഡിവിജ്വൽ ആണോ, ഫാമിലി ആണോ, ഗ്രൂപ്പ് ആണോ, കമ്മ്യൂണിറ്റി ആണോ? ബേസിക് യൂണിറ്റ് ഓഫ് എ സൊസൈറ്റി ഇസ് ഫാമിലി. ഓക്കെ, ഇത് നമ്മുടെ ചൈൽഡ് സൈക്കോളജി ഒക്കെ നോക്കുന്ന സമയത്ത് ദിസ് ബിക്കംസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് മാത്രമല്ല, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇനിഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു നേച്ചർ ബിൽഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല, ഡെഫിനറ്റ്ലി ഇൻഡിവിജ്വൽ ഒരു യൂണിറ്റ് ആവത്തില്ല. ഇറ്റ് ഈസ് ദ ഫാമിലി, റൈറ്റ്? ആൻഡ് the three domains of educational objectives according to Bloom's taxonomy of educational objectives. അതിനെ വെച്ച് നോക്കിയാൽ ഏതൊക്കെയാണ് നമ്മുടെ 3 ഡൊമെയിൻസ്? കോഗ്നിറ്റീവ് എഫക്റ്റീവ് സൈക്കോമോട്ടർ, ബിഹേവിയറൽ മെക്കാനിക്കൽ ഇമോഷണൽ, സൈക്കോമോട്ടർ ബിഹേവിയറൽ കമ്പാരറ്റീവ്, എഫക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻസീവ്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണട്ടെ കുറച്ച് പേരുടെ. Yes, I can see a lot of people have answered it as option A here. Absolutely right. Option A തന്നെയാണ് നമുക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇപ്പോൾ ബ്ലൂംസ് ടാക്സോണമി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് മൂന്നും നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടിയെത്തണം. കോഗ്നിറ്റീവ്, എഫക്റ്റീവ്, സൈക്കോമോട്ടർ.
ഇപ്പൊ കോഗ്നിറ്റീവ് എന്താണെന്നും എഫക്റ്റീവ് എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണെന്നും വൈ ഇസ് ഇറ്റ് കോൾഡ് എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോ what is the importance of psychomotor out here. It is really very important. Okay, right. Now let's move on. A code of accepted behavior based on morals. മോറൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഡ് ഓഫ് ആക്സെപ്റ്റബിൾ ബിഹേവിയർ എന്താണ് എന്നുള്ളതാണ്. എത്തിക്സ് ആണോ, കണ്ടക്ട്സ് ആണോ, സ്റ്റാൻഡേർഡ് ആണോ, എറ്റിക്കേറ്റ് ആണോ? മോറൽസ്, accepted behavior based on morals, based on laws അല്ല, based on rules അല്ല, based on regulations അല്ല, പക്ഷേ based on morals. Okay, that is nothing but etiquette. എറ്റിക്കേറ്റിനെയാണ് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റഡ് ബിഹേവിയർ ബേസ്ഡ് ഓൺ മോറൽസ് ഇസ് നത്തിങ് ബട്ട് എറ്റിക്കേറ്റ്സ്. നമ്മൾ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ പെരുമാറണം, ഒരു ലെറ്റർ എഴുതുമ്പോഴത്തേക്ക് എന്തൊക്കെ അതിനകത്ത് കൺസിഡർ ചെയ്യണം, ഒരു ഇമെയിൽ എഴുതുമ്പം നമ്മൾ അതിനെ പൊളൈറ്റ് ആക്കി വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഇതിനെല്ലാം എറ്റിക്കേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതൊന്നും റൂൾസ് അല്ല. റൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബബ്ലി അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനൊരു പെനാൽറ്റി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ബട്ട് പക്ഷേ ദാറ്റ് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു എന്നുള്ളത്. സോ ദോസ് ആർ കോൾഡ് എറ്റിക്കേറ്റ്സ്. The statement of predicted relationship between two or more variables. Appa predicted relationship. Again, coming back to research. Okay. Appa statement of predicted relationship. നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന relationship between two or more variables. അതിനെ assumption എന്നാണോ പറയുന്നത്, hypothesis എന്നാണോ പറയുന്നത്, theory എന്നാണോ പറയുന്നത്, construct എന്നാണോ പറയുന്നത്? So what is it called? Yes, you're right. Option B, hypothesis തന്നെയാണ് ആ ഒരു predicted relationship between two or more variables. It is definitely hypothesis. Now, a learner-centered method of teaching learning process. ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ഒരെണ്ണം ഒരു ലേണർ സെന്റേർഡ് ഓപ്ഷൻ ആണ്, കംപ്ലീറ്റ്ലി ലേണർ സെന്റേർഡ് ഓപ്ഷൻ ആണ്. അപ്പൊ അത് ഡെമോൺസ്ട്രേഷൻ ആണോ, ലെക്ചർ ആണോ, ബെഡ് സൈഡ് ക്ലിനിക് ആണോ, അതോ പ്രോജക്റ്റ് മെത്തേഡ് ആണോ? വിച്ച് വൺ ഡു യു തിങ്ക് ഇസ് എ ലേണർ സെന്റേർഡ്? ഇപ്പൊ ഡെമോൺസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരായിരിക്കും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതൊരു ടീച്ചർ സെന്റേർഡ് മെത്തേഡ് തന്നെയാണ്. കാരണം ലെക്ചർ ചെയ്യുന്നത് ടീച്ചേഴ്സ് അല്ലേ, സ്റ്റുഡൻസ് അല്ലല്ലോ. അപ്പോൾ ബെഡ് സൈഡ് ക്ലിനിക് അതിനെയും നമുക്ക് ഒരു ഓപ്ഷൻ ആക്കി പറയാൻ പറ്റില്ല. ആൻഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ഇൻഫർമേഷൻ, ഡേറ്റ എല്ലാം കണ്ടുപിടിച്ച് അതിന്റെ ഹൈപ്പോതെസിസ്, തീസിസ്, റിസൾട്ട്സ് ഒക്കെ എഴുതിക്കൊണ്ട് വരുന്ന എല്ലാം സ്റ്റുഡൻസ് അല്ലേ. സോ അതാണ് ഒരു ലേണർ സെന്റേർഡ് മെത്തേഡ് ഇസ് എ പ്രോജക്റ്റ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വേറെ ഓപ്ഷൻസ് ഉണ്ട് ലേണർ സെന്റേർഡ് ആയിട്ട്. A teaching method employed to develop proficiency in a particular teaching skills. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു ടീച്ചിങ് വേണമെങ്കിൽ ഈ ഒരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിൽ ഒരുപാട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈക്രോ ടീച്ചിങ് ആണോ, റോൾ പ്ലേയിങ് ആണോ, ഡെമോൺസ്ട്രേഷൻ ആണോ, സിമുലേഷൻ ആണോ? ആൻഡ് ഒരു പെർട്ടിക്കുലർ സ്കിൽ, ഒരു സെറ്റ് ഓഫ് സ്കിൽസ് അല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ യൂസ് ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് എന്താണ് എന്നുള്ളത്. പ്രോബബ്ലി ആ ഒരു സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആകാം, അത്ര ചെറുതായിട്ടുള്ള ഒരെണ്ണം. സോ ഇസ് ഇറ്റ് മൈക്രോ ടീച്ചിങ്, റോൾ പ്ലേയിങ്, ഡെമോൺസ്ട്രേഷൻ, സിമുലേഷൻ? അപ്പോൾ റോൾ പ്ലേയിങ്, ഡെമോൺസ്ട്രേഷൻ, സിമുലേഷൻ ഇതെല്ലാം ടീച്ചേഴ്സിനെ ടീച്ച് ചെയ്യുന്ന മെത്തേഡ്സിലേക്ക് വരുന്നതാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ ടീച്ചിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ യുവർ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്, ലെവൽസ് ഓഫ് ലേണിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ഇസ് ഇറ്റ് കോൺസെപ്റ്റ് ലേണിംഗ്, ചെയിനിങ്, പ്രോബ്ലം സോൾവിങ് ഓർ വെർബൽ അസോസിയേഷൻ? ഓക്കെ, ഓപ്ഷൻ സി പ്രോബ്ലം സോൾവിങ് ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് നമുക്ക് പറയാം. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്. ആ ലേൺ ചെയ്തതിനെ എടുത്ത് ഒരു പക്ഷേ സിന്തസിസിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിനെ അപ്ലൈ ചെയ്ത് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയുക. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നൗ, to cater to the needs of slow learners in the class, a teacher should give
വളരെ സ്ലോ ആയിട്ടുള്ള ലേണേഴ്സ് ഒത്തിരി നമുക്ക് ക്ലാസ്സിൽ കാണാൻ കഴിയും. എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യുന്നവരായിരിക്കത്തില്ല. അപ്പോൾ ഈ സ്ലോ ആയിട്ടുള്ള ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ലേണിങ്ങും കൂടെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡെയിലി ടെസ്റ്റ് കൊടുത്ത് ആ ഒരു സ്ലോ ലേണറിനെ പ്രഷറൈസ് ചെയ്യാൻ കഴിയും അല്ലേ? അങ്ങനെ ഫൈനലി അവനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിൽ വരണ്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം, ഡെയിലി ടെസ്റ്റ് ഒക്കെ കൊടുത്ത്. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് റെമഡിയൽ ടീച്ചിങ് നടത്താം. ഇനി അതും അല്ലെങ്കിൽ ആങ്കേർഡ് ഇൻസ്ട്രക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ്ങിൽ ഇടാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു റെമഡിയൽ ടീച്ചിങ്ങും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റിവിഷൻ പോലെയോ, അല്ലെങ്കിൽ ആ ഒരു സ്ലോ ലേണർക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഒരു ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് ഇടുക. ഗിവ് എ റെമഡിയൽ ടീച്ചിങ് വിച്ച് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഔട്ട് ഹിയർ. Now, ഇൻഡക്റ്റീവ് റീസണിങ് എന്താണ്? ഇൻഡക്റ്റീവ് റീസണിങ് അതൊരു ബോട്ടം അപ്പ് പ്രോസസ് ആണോ, ടോപ്പ് ഡൗൺ പ്രോസസ് ആണോ, വെർബൽ റീസണിങ് ആണോ, നോൺ വെർബൽ റീസണിങ് ആണോ? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് പ്രോസസ്. If the students on a backbench are talking while teaching in the class, the teacher should. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ സാധാരണ ചെയ്യാറുള്ളത്, അവർ ബാക്ക് ബെഞ്ചിൽ പോയി ഇരിക്കുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ്. അവർക്ക് അവിടെ ഇരുന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട, അവർക്ക് അവിടെ ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാം? allow them to do what they are doing. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട് ബെഞ്ചിലുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, അത് മതി. punish by sending them out of the class. hey you and you please out എന്ന് നമ്മൾ പറയുന്നതാണോ നല്ലത്? അതോ ask them to sit on front benches, അവരെ നമുക്ക് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുത്താം? അതോ not mind them as it may disturb the rest of the class, അവരെ തീരെ ശ്രദ്ധിക്കേണ്ട, കാരണം അവരെ ശ്രദ്ധിച്ച് എന്തായിരുന്നാലും അവർ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ്, അവർ പഠിക്കാത്തവരാണ്. അപ്പൊ അവരെ നമുക്ക് തീരെ ശ്രദ്ധിക്കേണ്ട, പഠിക്കുന്നവരെങ്കിലും പഠിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണോ നല്ലത്? ഓൾറൈറ്റ്, ഓക്കെ. അപ്പോ ഇതെല്ലാം നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി വുഡ് ബി ദ ബെസ്റ്റ് വൺ ടു ഡു ഹിയർ. അവരെ കുറച്ച് ഫ്രണ്ട് ബെഞ്ചസിലേക്ക് കൊണ്ടുവരിക. ഞാൻ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സ് സ്പെസിഫിക് ആയിട്ട് അവർക്ക് എന്താ പറയേണ്ടത്, ആ ബാക്ക് ബെഞ്ചേഴ്സിന്റെ ടീച്ചർ ക്ലാസ്സിൽ കയറി വരുമ്പോഴത്തേക്ക് അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ നിന്ന് എണീച്ച് ആ ഡെസ്കും ബെഞ്ചും താങ്ങി പിടിച്ചെടുത്ത് ടീച്ചറുടെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ സൈഡിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതി അതും കാണാം, ടീച്ചറെയും കാണാം ടീച്ചറുടെ സൈഡിൽ. ആ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ അവർക്ക് അത് തിരിച്ചെടുത്തുകൊണ്ട് പോയി അവിടെ തന്നെ ഇരിക്കാം. പിന്നെ അടുത്ത ടീച്ചറാണ് തീരുമാനിക്കുന്നത് അവരെ എവിടെ ഇരുത്തണമെന്നുള്ളത്. സോ അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക, എന്നാൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആകാതെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഓപ്ഷൻ സി ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു ഹിയർ. unless you have a better solution, option C is the best thing. Learning readiness involves what among the following? Disposition for learning, adequate cognitive functioning, an ideal situation, and knowledge base for presenting content, or all of the above. ഇതെല്ലാം നമുക്ക് വേണോ? ലേണിംഗ് റെഡിനെസ്സിനെ നമുക്ക് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് വേണം. ഡിസ്പൊസിഷൻ ഫോർ ലേണിംഗ് വേണം, അഡിക്വേറ്റ് കോഗ്നിറ്റീവ് ഫങ്ഷനിങ് വേണം, an ideal situation and knowledge base for presenting content. ഇത് മൂന്നും വേണം. So all of the above is the right answer. ലേണിംഗ് റെഡിനെസ്സിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ these are all there. Yeah. Why are additional exercises and activities included in the syllabus? Okay, നമുക്കറിയാം നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടും അഡീഷണൽ ആയിട്ട് കുറെ എക്സസൈസ് എന്തിന് അവിടെ കൊണ്ടുവന്നേക്കുന്നത്? Is it to make teaching easy and interesting? Definitely അല്ല അല്ലേ. അപ്പോൾ to make learner understand the topic well, ഒരു പക്ഷേ അതായിരിക്കാം. അതോ ഇനി ടീച്ചറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? So the teacher doesn't have to make a lot of additional exercises. അതോ to develop thinking skills in students. Okay, പ്രോബബ്ലി സ്റ്റുഡൻസും തിങ്ക് ചെയ്യട്ടെ, എന്തിനാണ് ഈ എക്സ്ട്രാ എക്സസൈസസ് ഒക്കെ ഇവിടെ തരുന്നത്? അങ്ങനെയായിരിക്കും അവർ ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ അവർക്കൊരു തിങ്കിങ് ടോപ്പിക് ആയിട്ട് കൊടുത്താൽ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ലേണർ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് വെൽ. അതിനാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ തന്നെ ഇവിടെ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഒരു പക്ഷേ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ പാരഫ്രേസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും.
സെയിം ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ആലോചിക്കും ഈ ക്വസ്റ്റ്യൻ നേരത്തെയും കണ്ടിരുന്നല്ലോ, അതിന്റെ മറ്റൊരു രൂപമല്ലേ ഇത്? യെസ്, ദാറ്റ് ഈസ് മൈ വേ ഓഫ് ട്രൈങ് ടു ഹെൽപ്പ് യു ബിക്കം എ ലിറ്റിൽ മോർ എഫക്റ്റീവ് ഇൻ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടു മേക്ക് ദ ലേണർ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് വെൽ, അതിന് തന്നെയാണ് അഡീഷണൽ എക്സസൈസും ആക്ടിവിറ്റീസും അവിടെ ഉണ്ടാകുന്നത്. Now, what is not possible to achieve in case of field experiments? ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഫീൽഡ് എക്സ്പെരിമെന്റ്സിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ പോസിബിൾ അല്ലാത്തത്? റാൻഡമൈസേഷൻ ആണോ, മാനിപ്പുലേഷൻ ആണോ, കൺട്രോൾ ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്, outward variables, അതോ collecting data from a group of informed subjects? So what is not possible in case of field experiments? ഫീൽഡ് എക്സ്പെരിമെന്റ്സ് നടത്തുമ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ചെയ്യാൻ കഴിയാത്തത്? റാൻഡമൈസേഷൻ ചെയ്തൂടെ? മാനിപ്പുലേഷൻ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യാം അല്ലേ? ആൻഡ് കളക്ടിങ് ഡേറ്റ ഫ്രം ഗ്രൂപ്പ് ഓഫ് ഇൻഫോംഡ് സബ്ജക്ട്സ്, ഇത് ശരിക്കും ഒരു ഫീൽഡ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അവരെ നേരത്തെ കൂട്ടി ആ സബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ അറിയിച്ച് അവരെ വിസിറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ എന്താ പറയേണ്ടത്, നമുക്ക് ഒരു പക്ഷേ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ശരിക്കും എക്സ്റ്റേണൽ. വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നിങ്ങൾക്കൊരു 100 പേരുടെ വീട്ടിൽ പോയി ഒരു ദിവസം ഡേറ്റ ഗ്യാദർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അന്ന് അതിഭയങ്കരമായ മഴ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അതിനെ മഴയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലേ? അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ആ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഒരു പക്ഷേ ഡയറക്ട്ലി ആ ഒരു റിസർച്ചിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേരിയബിൾസ് ആകാം, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചുമായിട്ട് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, പക്ഷെ റിസർച്ചിനെ ബാധിക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇവിടെ men are superior to women in their health status after 40 years is an example of what? Directional hypothesis, non-directional hypothesis, null hypothesis, or all of the above. Okay, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ അല്ല, സോ പ്ലീസ് ഡോണ്ട് ഫീൽ ആംഗ്രി അറ്റ് മീ. അപ്പം മെൻ ആർ സുപ്പീരിയർ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഐ ഓൾവേസ് ലൈക്ക് ടു സേ മെൻ ആർ ഈക്വൽ ടു വിമൻ എന്നുള്ളത്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന മെൻ ആർ സുപ്പീരിയർ ടു വിമൻ ഇൻ ദിയർ ഹെൽത്ത് സ്റ്റാറ്റസ് ആഫ്റ്റർ 40 years. അപ്പൊ ചില സമയത്ത് നമുക്കത് കാണാൻ കഴിയുമല്ലോ, 40 years കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും, ഇപ്പൊ മെൻ ആണെങ്കിൽ 40 years കഴിയുമ്പോഴത്തേക്ക് ഷുഗർ ആയിരിക്കും ആദ്യം വരുന്നത്. ലേഡീസ് ചിലപ്പോൾ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കുമായിരിക്കും ഷുഗർ വരാതെ. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? Directional hypothesis, non-directional hypothesis, null hypothesis, all of the above. Definitely all of the above ആയിരിക്കത്തില്ല, കാരണം ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. അതുകൊണ്ട് all of the above നമുക്കിവിടെ ഒഴിവാക്കിയിട്ട് ഇനി ഡയറക്ഷണൽ ആണോ, നോൺ ഡയറക്ഷണൽ ആണോ, നൾ ആണോ? It is a directional hypothesis. Yeah. Okay, so answer option A is the right answer. അടുത്തത്, the ethical principle displayed while sharing data, results, ideas, or tools of one's research is what? Ethical principle displayed. Okay, the ethical principle displayed while sharing data, results, ideas, or tools. അപ്പോൾ നമ്മൾ ഡേറ്റ, റിസൾട്ട്സ്, ഐഡിയാസ്, ടൂൾസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്, മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന എത്തിക്കൽ പ്രിൻസിപ്പിളിനെ എന്ത് വിളിക്കും? ഓണസ്റ്റി ആണോ, ഒബ്ജക്റ്റിവിറ്റി ആണോ, ഓപ്പൺനെസ് ആണോ, ഇന്റഗ്രിറ്റി ആണോ? ഇതിന് നാലിനും 4 മീനിങ്സ് ആണ്. ഓണസ്റ്റി ഈസ് നോട്ട് ഒബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഈസ് നോട്ട് ഓപ്പൺനെസ്, ആൻഡ് ഓപ്പൺനെസ് ഈസ് നോട്ട് ഇന്റഗ്രിറ്റി. ഇവിടെ ഓപ്പൺനെസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്? ആ ഡേറ്റ ഷെയർ ചെയ്യുന്നതിന്, റിസൾട്ട്സ് ഷെയർ ചെയ്യുന്നതിന്, ഐഡിയ ഷെയർ ചെയ്യുന്നതിന്, ആ റിസർച്ചിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ടൂൾസ് ഷെയർ ചെയ്യുന്നതിന്, ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതൊക്കെ ഷെയർ ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹി ഈസ് ഓപ്പൺ എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ഓപ്പൺനെസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. The systematic and objective analysis and recording of controlled observations that may lead to the development of generalizations, principles, and theories resulting in prediction and possible ultimate control of events is known as what? Teaching ആണോ,
അനാലിസിസ് ആണോ, പ്രെഡിക്റ്റിംഗ് ആണോ, റിസർച്ച് ആണോ? ഈ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ഒരെണ്ണത്തിന്റെ ഡെഫിനിഷൻ ആണിത്. യാ, let me see, look at the answers. I can see the answers here. Okay. Ananya, Shilpa, okay, Fakiha, Ratish, Atulya, Rashmi, Misriya, ARR. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് ഇവിടെ ഒരുപാട് പേര് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസേഴ്സ് ഇവിടെ എല്ലാവരും ചൂസ് ചെയ്തേക്കുന്നത്. ഷീബ എം, ഇതിനുള്ള ആൻസർ ആണോ ഷീബ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതോ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നോ? ഓക്കെ, ഫൈൻ ഷീബ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് നമുക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ റിസർച്ചിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ശരിക്കും ഇത്. അപ്പോൾ എന്താ പറയേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്തിന്റെ ഡെഫിനിഷൻ ആണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നോക്കി എന്നുള്ളതേ ഉള്ളൂ. Now moving on, persons have to engage in some productive task out of which something tangible can be created. In what? സെമിനാർ ആണോ, സിമ്പോസിയം ആണോ, വർക്ക്ഷോപ്പ് ആണോ, ഡിബേറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതാണ്? നമുക്കിപ്പം ബേസിക്കലി ആൾക്കാർ പേഴ്സൺസ് ഹാവ് ടു എൻഗേജ്. അപ്പൊ ഈ ഒരു സംഗതിയിൽ പീപ്പിൾ ഹാവ് ടു എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് ടാസ്ക്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടാസ്കിലാണ് അവർ എൻഗേജ് ചെയ്യേണ്ടത്. ആൻഡ് സംതിങ് ടാഞ്ചിബിൾ ക്യാൻ ബി ക്രിയേറ്റഡ്. ടാഞ്ചിബിൾ സംതിങ് ദാറ്റ് വി ടച്ച്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു റിസൾട്ട്സ് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു എൻഗേജ്മെന്റ് വരിക? സെമിനാർ ആണോ, സിമ്പോസിയം ആണോ, വർക്ക്ഷോപ്പ് ആണോ, ഡിബേറ്റ് ആണോ? Okay, I can see quite a lot of answers here. നമുക്ക് അതുല്യ, ഫാത്തിമ, സ്മൃതി, പ്രദീപ്, യെസ്, ഒരുപാട് പേരുടെ ആൻസേഴ്സ് ഇവിടെ. അഗെയിൻ കാവ്യ, ARR, രശ്മി. ഓക്കെ, എല്ലാവരുടെയും ആൻസേഴ്സ് സി ആണ്. ആക്ച്വലി എ അല്ല, സെമിനാർ അല്ല, അത് സി തന്നെയാണ്, വർക്ക്ഷോപ്പ് തന്നെയാണ്. സി, അവർ എൻഗേജ്ഡ്, പീപ്പിൾ ആർ എൻഗേജ്ഡ്. ഇതിനകത്തുള്ള പീപ്പിൾ, ദേ ആർ എൻഗേജ്ഡ് ഇൻ സം പ്രൊഡക്റ്റീവ് ടാസ്ക്. ഓക്കെ, and at the same time they come out with something tangible, അല്ലെങ്കിൽ out of something tangible they come out with some productive task എന്നുള്ള. അപ്പൊ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ ഗെയിൻ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് വർക്ക്ഷോപ്പ്. ഓപ്ഷൻ സി തന്നെയാണ് ഇതിന്റെ ആൻസർ. ഡിബേറ്റ് അല്ല, ഇതൊരു വർക്ക്ഷോപ്പ് ആണ്. ഓക്കെ, റൈറ്റ്. The most important task in teaching is what? Giving assignments and evaluating it, providing experiences for the learner towards holistic development, maintaining discipline in children, giving sufficient drill. ഇതിൽ ഏതാണ് ടീച്ചിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുക? The most important task in teaching. Giving assignments and evaluating it. Yes, ഒരു ടീച്ചർ ചെയ്യാറുള്ള, ഒരുപാട് ചെയ്യാറുള്ള ഒരു സംഗതിയാണ്. And providing experiences for the learner towards the complete holistic development എന്ന് പറയാം. Maintaining discipline or giving sufficient practice or drill എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മൂന്നാമത്തെ രീതിയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പൊ നമ്മുടെ മുന്നിൽ അപ്പിയർ ചെയ്തിരിക്കുകയാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Providing experiences for the learner towards his complete development എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. അപ്പൊ ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു മൂന്നാമത്തെ രീതിയിൽ റീഫ്രേസ് ചെയ്ത് പാരഫ്രേസ് ചെയ്ത് വന്നിരിക്കുകയാണ്. Now, remedial teaching is a process of instruction given after what? Summative evaluation, standardized testing, formative evaluation, diagnostic testing. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്? ഓക്കെ, ഒരു റെമഡിയൽ എന്താ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടീച്ചർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ടീച്ചർക്ക് പിറ്റേന്ന് രാവിലെ വന്ന് ക്ലാസ്സിൽ വന്ന് 4 ചോദ്യം ചോദിച്ചിട്ട് തലേ ദിവസത്തെ ടോപ്പിക്കിനെ പറ്റി അവർക്ക് അതിനകത്ത് യാതൊരു ഗ്രാഹ്യവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ടീച്ചർ ക്യാൻ സ്റ്റാർട്ട് എ റെമഡിയൽ ടീച്ചിങ്. ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഫോമൽ പ്രോസസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞിട്ടാണ് റെമഡിയൽ ടീച്ചിങ്ങിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് റെമഡിയൽ ടീച്ചിങ് അതിനൊരു റെമഡി ആയിട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്.
ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റിംഗ് തന്നെയാണ്. അതിനകത്ത് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ മനസ്സിലായില്ല, എവിടെയൊക്കെ പ്രോബ്ലം ഉണ്ട്, എവിടെയൊക്കെ പ്രോബ്ലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. Right, let's move on. The state within a person or animal that drive behavior towards some common goal is motivation, self-actualization, adjustment, attitude. അപ്പോൾ ഒരു വ്യക്തിയുടെ ഏത് സിറ്റുവേഷൻ ആണ്, ഒരു വ്യക്തിയാകാം, ഒരു ആനിമൽ ആകാം, ദറ്റ് ഡ്രൈവ്സ് എ പെർട്ടിക്കുലർ ബിഹേവിയർ ടുവേർഡ്സ് എ കോമൺ ഗോൾ. മോട്ടിവേഷൻ ആണോ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ, അഡ്ജസ്റ്റ്മെന്റ് ആണോ, ആറ്റിറ്റ്യൂഡ് ആണോ? അപ്പൊ ഇവിടെ നമുക്ക് പേഴ്സണും കിട്ടിയിട്ടുണ്ട്, ആനിമലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്വിക്ലി നമുക്ക് പേഴ്സന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഏകദേശം ഇതൊക്കെ അതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് വരും എന്നുള്ളത് നമുക്ക് തോന്നാം. ഇവിടെ ഇതിൽ ഏതാണ് ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്? ഒരു ആനിമലിന്റെ കാര്യം തന്നെ എടുത്തോ, നമ്മുടെ ഫേമസ് ആനിമൽ ടൈഗർ. അവന്റെ ഒരു പെർട്ടിക്കുലർ ഒരു ബിഹേവിയർ ഉണ്ട്. അവന് വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അതായത് ആരെങ്കിലെയൊക്കെ പിടിച്ച് തിന്നുക എന്നുള്ളത്. സോ ഈ സമയത്ത് ഈസ് ഹി മോട്ടിവേറ്റഡ് ടു ഹണ്ട് ഓർ ഇസ് ദർ എ സെൽഫ് ആക്ച്വലൈസേഷൻ? അതോ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? അതോ ആ ഒരു ലയണിന്റെ ആറ്റിറ്റ്യൂഡ് ആണോ? ഇല്ല, ഇന്ന് നേരം വെളുത്ത് എനിക്ക് ഹണ്ട് ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണോ? ഓപ്ഷൻ ഇസ് എ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഹി ഈസ് മോട്ടിവേറ്റഡ് ടു ഹണ്ട്. കാരണം ദർ ഇസ് എ കോമൺ ഗോൾ. ഹി ഈസ് ഹംഗ്രി, ഹി ഹാസ് ടു ഈറ്റ്. അത് തന്നെയാണ്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പറയാം. Which among the following is a learner related factor? Difficulty of the task, length of the task, maturation, distribution of practice. അപ്പോൾ ഒരു ലേണർ റിലേറ്റഡ് ഫാക്ടർ, ലേണേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടർ ഏതാണ്? ഡിഫിക്കൽട്ടി, ലെങ്ത്, maturation or distribution of practice. Option C is the right answer, maturation. അതാണ് ഒരു ലേണർ റിലേറ്റഡ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Now, which of the following can be taken as a reflection of meaningful learning? Okay, here is another paraphrase of that same question what we had. About high score in the examination, high degree of retention, ability to recall, ability to transfer knowledge in different situations. അപ്പോൾ മീനിങ് ലേണിംഗ് ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പോയിന്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് നോക്കാൻ കഴിയുന്നത്? എക്സാമിനേഷന് ഹൈ സ്കോർ കിട്ടിയിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒന്നാണോ? ഹൈ ഡിഗ്രി ഓഫ് റിട്ടൻഷൻ, ഓക്കെ, സ്റ്റുഡൻസിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു ഫുൾ ഇയർ പ്രോബബ്ലി എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നു, അല്ലെ അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ അത് മീനിങ് ഫുൾ ലേണിംഗ് നടന്നതുകൊണ്ടാണോ അവിടെ ആ ഒരു റിട്ടൻഷൻ വരുന്നത്? എബിലിറ്റി ടു റിക്കോൾ, ഇന്ന് പഠിപ്പിച്ചത് നാളെ ഓർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ വർഷം പഠിപ്പിച്ചത് അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് ഓർക്കാൻ കഴിയുന്ന, അത് ഒരു മീനിങ് ഫുൾ ലേണിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ഇതൊക്കെ മീനിങ് ഫുൾ ലേണിംഗ് ആണ്. പക്ഷെ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസില് ഓപ്ഷൻ ഡി, എബിലിറ്റി ടു ട്രാൻസ്ഫർ നോളജ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്, അല്ലെ, അതാണ് ശരിക്കും ഒരു മീനിങ് ഫുൾ ലേണിംഗ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഹൈ സ്കോർ എക്സാമിനേഷന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, അവിടെ ഒരു മീനിങ് ഫുൾ ലേണിംഗ് നടന്നിട്ടുണ്ട്. പ്രോബബ്ലി ഒരു മഗിങ് അപ്പ് ആകാം നടന്നിട്ടുള്ളത്, ബട്ട് ഡെഫിനറ്റ്ലി അവിടെ ഒരു നല്ല ഒരു പ്രാക്ടീസ് അവിടെ നടന്നിരിക്കുന്നു. ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് റിട്ടൻഷൻ, കുട്ടികൾ തിരിച്ചു വരുന്നു സ്കൂളിലേക്ക്, റിട്ടൻഷൻ അവിടെ നടക്കുന്നത്, അതും ഒരു പക്ഷേ മീനിങ് ഫുൾ ലേണിംഗ് നടന്നതിന്റെ ഫലമായിട്ടാണെന്ന് നമുക്ക് പറയാം. കുട്ടികൾക്ക് ഓർക്കാൻ കഴിയുന്ന, ആ റിക്കോൾ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ളത് കൊണ്ടാണ് ദാണ്ടെ ഇവിടെ ഹൈ സ്കോർ എക്സാമിന് ഗെയിൻ ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ability to transfer knowledge in different situations. That's the right answer for us. Now, participants present to the audience their views about various aspects of a selected problem or topic through speeches or proper reading. ഇതിനെ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഓക്കെ, അപ്പൊ ഇതിലെ പാർട്ടിസിപ്പൻസ് ഇതാണ് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസ് പ്രസന്റ് ടു ദ ഓഡിയൻസ് their views, അവരുടെ അഭിപ്രായങ്ങൾ on various aspects, ഓൺ ഡിഫറെന്റ് അല്ലെങ്കിൽ പല ഘടകങ്ങളിൽ, ഓൺ എ സ്പെസിഫിക് പ്രോബ്ലം ഓർ ടോപ്പിക്,
വളരെ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്തെടുത്ത ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ടോപ്പിക് മാത്രമായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്പീച്ചിലൂടെ അല്ലെങ്കിൽ പ്രോപ്പർ റീഡിങ്ങിലൂടെ എഴുതി തയ്യാറാക്കിയ ഒരു സ്പീച്ചിലെ പ്രോപ്പർ റീഡിങ്ങിലൂടെ ഈ ഇൻഫർമേഷൻ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഗ്രൂപ്പിലുള്ള പാർട്ടിസിപ്പൻസിനെ അറിയിക്കുന്നു. അപ്പൊ ഇതിനെ സെമിനാർ എന്നാണോ പറയുക, ഡിബേറ്റ് എന്നാണോ പറയുക, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണോ പറയുക, സിംപോസിയം എന്നാണോ പറയുക? സെമിനാർ നമുക്കറിയാം, നമ്മളൊക്കെ ഒരു പക്ഷേ സെമിനാറിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. ഡിബേറ്റും നമുക്കറിയാം, ഡിബേറ്റും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബ്രെയിൻ സ്റ്റോമിങ് നമുക്കറിയാം. ബ്രെയിൻ സ്റ്റോമിങ് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോബ്ലംസ് ഇല്ലാതെ വരുമ്പം കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആ പ്രോബ്ലംസിനെ എല്ലാം ഡിസ്കസ് ചെയ്ത് വരുന്ന ഒരു ഇതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ആൻഡ് സിംപോസിയം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലേ, പാർട്ടിസിപ്പൻസ് വളരെ സമാധാനപരമായിട്ട് അവരുടെ വ്യൂസ് അവരെ എഴുതി തയ്യാറാക്കിയ സ്പീച്ചിലൂടെയോ അല്ലെങ്കിൽ നോക്കി വായിക്കുന്നതിലൂടെയോ പറഞ്ഞു കൊടുക്കുന്നത്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ സിംപോസിയം. ഒരു സിംപോസിയത്തിൽ ഏകദേശം ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. റൈറ്റ്. നൗ ദ പർപ്പസ് ഓഫ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ. അപ്പൊ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിസർച്ചിനകത്ത് വരുന്ന സംഗതി തന്നെയാണ്. ഇത് റിസർച്ച് സ്റ്റെപ്പിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്തിനാണ് എന്നുള്ളത് കുറച്ചു മുന്നേ നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുന്നേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ക്വിക്ക് ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ദ പർപ്പസ് ഓഫ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ഇസ് ടു യൂസ് ദ ലിറ്ററേച്ചർ ടു ഐഡന്റിഫൈ പ്രസന്റ് നോളജ് ആൻഡ് വാട്ട് ഇസ് നോൺ. ആ ലിറ്ററേച്ചർ ഉപയോഗിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തൊക്കെ നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഹെൽപ്പ് ഇൻ ഡിഫൈനിങ് ദ പ്രോബ്ലം ആൻഡ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ആ പ്രോബ്ലം ക്ലിയർ ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാനും അതിനുള്ള ഓപ്പറേഷണൽ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാനുമായിട്ട് ഈ ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് സഹായകരമാകും. ആൻഡ് ഐഡന്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് പ്രീവിയസ് സ്റ്റഡീസ്. ഡെഫിനറ്റ്ലി ലിറ്ററേച്ചർ റിവ്യൂ, നമ്മൾ ആരെങ്കിലും ഒരു റിവ്യൂ എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്ട്രെങ്ത് എന്താണ്, അതിന്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതല്ലേ. സോ യുവർ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ്. അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സാധിച്ചെടുക്കുന്നു. അതാണ് ഈ 3 കാര്യങ്ങളും ഡെഫിനറ്റ് ആയിട്ടും ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ സാധിച്ചെടുക്കാൻ കഴിയും. Now, one of the following is not the objective of action research. Action research വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. അപ്പൊ ആക്ഷൻ റിസർച്ചിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഒരെണ്ണം അതിന്റെ ഒബ്ജക്റ്റീവ് അല്ല. To improve the working condition of school, to stimulate the students to raise their standard of learning, to motivate the students to attend school, to organize healthy and congenial environment for effective learning. Right. അപ്പോൾ ആക്ഷൻ റിസർച്ച് ഇമീഡിയറ്റ് ആക്ഷൻ നമുക്ക് വേണം, പെട്ടെന്നൊരു സൊല്യൂഷൻ വേണം. ആക്ഷൻ റിസർച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്കൂൾ എൻവയൺമെന്റിൽ തന്നെയാണ്. അപ്പോൾ ആക്ഷൻ റിസർച്ചിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഇതാ ഒരു ഒബ്ജക്റ്റീവാണ്, ഇത് ഒരു ഒബ്ജക്റ്റീവാണ്, ഇത് ഒരു ഒബ്ജക്റ്റീവാണ്. പക്ഷേ ഇത് ആക്ഷൻ റിസർച്ചിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ല. സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, സ്കൂളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു റിസർച്ചിന്റെ ഭാഗമല്ല അത്. പ്രോബബ്ലി അതൊരു ടീച്ചേഴ്സും ചെയ്യേണ്ട ആക്ഷൻ ഐറ്റം ആയിരിക്കാം, ടു മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ടു അറ്റൻഡ് സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ ആക്ഷൻ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് ഡെഫിനറ്റ്ലി ഇത് അല്ല. Okay, so this is the right answer. Now, what is the aim of educational research? Educational research in the aim എന്തൊക്കെയാണ്? Identifying major problems that need to be solved. Okay, ആ ഒരു എഡ്യൂക്കേഷനിലുള്ള മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണോ? സെർച്ചിങ് ഫോർ ന്യൂ ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അണ്ടർലൈങ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ അതാണോ? Identifying the aims of education അതാണോ? Identifying the values that need to be inculcated in pupils. അപ്പോൾ എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷനിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, ആ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ ഒരു എയിം ആണോ?
ഒരു പക്ഷേ എഡ്യൂക്കേഷനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഒരു റിസർച്ച് ഇല്ലാതെ സോൾവ് ചെയ്തൂടെ? ആൻഡ് ഈ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, എഡ്യൂക്കേഷന്റെ എയിംസ് എഡ്യൂക്കേഷണൽ റിസർച്ചിലൂടെ അല്ലല്ലോ എഡ്യൂക്കേഷന്റെ എയിംസ് കണ്ടെത്തുന്നത്. ആൻഡ് ഐഡന്റിഫൈങ് ദ വാല്യൂസ് സ്റ്റുഡൻസിൽ, ഓക്കെ, ഈ വാല്യൂസ് എന്തൊക്കെയാണ് അവരിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, അത് നമ്മുടെ സൊസൈറ്റിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെയല്ലേ ആ ഒരു ഇൻഫർമേഷൻ വരുന്നത്. സോ ഹിയർ നമുക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ എയിം എന്ന് പറയുന്നത് സെർച്ചിങ് ഫോർ ന്യൂ ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അണ്ടർലൈങ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. പുതിയ ഫാക്ട്സ്, പുതിയ പ്രിൻസിപ്പിൾസ് ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന ടേമിന്റെ നമുക്ക് യൂസ്. പക്ഷേ തന്റെ ഒരു മേജർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം, നമുക്ക് എഡ്യൂക്കേഷണൽ റിസർച്ച് വേണ്ട, ഒരു ആക്ഷൻ റിസർച്ച് മതി. ഓക്കെ, ആൻഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, യെസ്, അത് ആ ഒരു റിസർച്ചിലൂടെ അല്ല അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഐഡന്റിഫൈങ് ദ വാല്യൂസ്, അതിനും ഒരു റിസർച്ചിലൂടെ അല്ല. പ്രോബബ്ലി ഒരു റിസർച്ച് യൂസ് ചെയ്യാം, പക്ഷെ അതല്ല അതിന്റെ ആ ഒരു മോസ്റ്റ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ റിസർച്ച് ഡെഫിനറ്റ്ലി ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് അല്ല. എഡ്യൂക്കേഷൻ എന്ന പ്രോസസ്സിനെ തന്നെ പുതിയതായിട്ടുള്ള ആ ഒരു മേഖലകളിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. Moving on, a variable that can change due to the action of another variable is known as what? നമ്മൾ വീണ്ടും റിസർച്ചിലേക്ക് വന്നു. അപ്പോൾ റിസർച്ചിൽ വേരിയബിൾസ് ഉണ്ട് അല്ലെ, വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, വേരിയബിൾസ്. നമുക്ക് വേരിയബിൾസിനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നിലധികം വേരിയബിൾസ് ഉണ്ടാകാം, റിസർച്ചിൽ വേരിയബിൾസ് ഒന്നിലധികം വേണം അല്ലെ. അപ്പോൾ ഒരു വേരിയബിൾ അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റ് അല്ലെങ്കിൽ മറ്റ് വേരിയബിൾസിന്റെ ആക്ഷൻ കൊണ്ട് ഒരു വേരിയബിൾ ചേഞ്ച് ആകുന്നു. അങ്ങനെ പറയുന്ന വേരിയബിൾസ് ആർ കോൾഡ് ഡിപെൻഡന്റ് വേരിയബിൾസ്, എക്സ്ട്രേനിയസ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, കൺഫൗണ്ടിങ് വേരിയബിൾ. യെസ്, യു ഹാവ് ഗോട്ട് ദ റൈറ്റ് ആൻസർ ദേ. ഓപ്ഷൻ എ അത് തന്നെയാണ്, ഡിപെൻഡന്റ് വേരിയബിൾ. ഈ വേരിയബിൾ ഡിപെൻഡന്റ് ആണ് അല്ലെ, അപ്പൊ മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഈ വേരിയബിൾസും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. The method of collecting data through observation and experimentation, formulation and testing of hypothesis is called what? Empirical method, observation method, scientific method, അതോ കേസ് സ്റ്റഡി ആണോ? ഇവിടെ വി ആർ ടോക്കിംഗ് അബൌട്ട് എ മെത്തേഡ്. നമ്മളിവിടെ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ ത്രൂ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, അതിനെ എടുത്ത് ഇവിടെ ഇട്ട് ഇതിനെ എടുത്ത് അവിടെ ഇട്ട് എന്താ പറയേണ്ടത്, നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് പൊട്ടിത്തെറിക്കോ അല്ലയോ എന്നുള്ളത്. എക്സ്പെരിമെന്റേഷൻ, ഫോർമുലേഷൻ, ഓക്കെ, എക്സ്പെരിമെന്റിന്റെ ബേസിസിൽ ഞാൻ കണ്ടുപിടിച്ചു ഇതാണ് അതിന്റെ ഫോർമുലേഷൻ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ഒരു ഹൈപ്പോത്തസിസിൽ അറൈവ് ചെയ്ത് ഈ ഹൈപ്പോത്തസിനെ ടെസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ശരിക്കും എംപിറിക്കൽ മെത്തേഡ് ആണോ, ഒബ്സർവേഷൻ മെത്തേഡ് ആണോ, സയന്റിഫിക് മെത്തേഡ് ആണോ, കേസ് സ്റ്റഡി ആണോ? അല്ലെ, ഒരിക്കലും ഒബ്സർവേഷൻ മെത്തേഡ് എംപിറിക്കലും ആകാനുള്ള സാധ്യതയില്ല. ഇതൊരു കേസ് സ്റ്റഡിയും അല്ല, ഇതൊരു സയന്റിഫിക് മെത്തേഡ് ആകാനേ സാധ്യതയുള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. സയന്റിഫിക് മെത്തേഡിനകത്താണ് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, ഫോർമുലേഷൻ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ഇതെല്ലാം കൂടെ വരുന്നത് സയന്റിഫിക് മെത്തേഡിൽ തന്നെയാണ്. മൂവിങ് ഓൺ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിസർച്ചസ്. ഒരു റിസർച്ചിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? വീണ്ടും ആ നേരത്തെ നോക്കിയ ഒരു ചോദ്യം തിരിഞ്ഞു മറിഞ്ഞ് ഇവിടെ വന്നേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അത് തന്നെയാണ് റൈറ്റിംഗ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. സർവേ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ആണോ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫൈൻഡിങ് മെത്തഡോളജി ആണോ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫൈൻഡിങ് സൊല്യൂഷൻസ് ആണോ ഫസ്റ്റ് സ്റ്റെപ്പ്? റിസർച്ച് പ്രോബ്ലം ഇല്ലാതെ റിസർച്ച് ഇല്ല, പ്രോബ്ലം ഉണ്ടെങ്കിലേ റിസർച്ച് ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു റിസർച്ചിന് വേണ്ടത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓൾവേസ് റിസർച്ച് വേണോ, പ്രോബ്ലം വേണം, പ്രോബ്ലം ഇല്ലേ, റിസർച്ച് ഇല്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. Okay. A type of variable that link a cause and effect relationship.
ഇപ്പൊ നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും പറഞ്ഞ് മറ്റ് വേരിയബിൾസ് ചേഞ്ച് ആകുന്ന അനുസരിച്ച് ഈ വേരിയബിളും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. വേറെ ഏതെങ്കിലും വേരിയബിളിന്റെ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഈ വേരിയബിളിന് ഒന്നുകിൽ ടെമ്പറേച്ചർ കുറയും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടും, ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ റിലേഷൻഷിപ്പ് ഇസ്. അപ്പൊ ഇപ്പൊ ഇവിടെ a type of variable that link a cause and effect relationship. എന്ത് ടൈപ്പ് ഓഫ് വേരിയബിൾ? ഇന്റർവീനിങ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, ഡിപെൻഡന്റ് ആണോ, എക്സ്ട്രേനിയസ് ആണ്? ഇപ്പൊ ഡിപെൻഡന്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ, ഇൻഡിപെൻഡന്റ് അല്ല എന്നും നമുക്കറിയാം. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ വേരിയബിൾസിനൊന്നും അതിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഇന്റർവീൻ ചെയ്ത് അതിനെ മാറ്റിയെടുത്ത് ശരിക്കും ഇന്റർവീനിങ് വേരിയബിൾ ആണ് ആ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ ആ ഒരു ലിങ്കിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ഓക്കെ, അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ നൺ ഓഫ് ദി അബവ് ചൂസ് ചെയ്തിട്ട് ഈ നൺ ഓഫ് ദി അബവ് ആണ് ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കളയരുത്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സും കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഓൺലി ഇൻ സ്റ്റേറ്റ്മെന്റ് ഫോം. അപ്പൊ എഗെയിൻ റിസർച്ചിന്റെ കാര്യമാണ് പറയുന്നത്. റിസർച്ച് ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഓൺലി ഇൻ സ്റ്റേറ്റ്മെന്റ് ഫോം. ഇച്ചിരി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ആ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ റിസർച്ച് ക്വസ്റ്റ്യൻ തന്നെയാണ് റിസർച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ഫോമിലും വരാം, അതൊരു ക്വസ്റ്റ്യൻ ഫോമിലും വരാം. ഒബ്ജക്റ്റീവ് ഓഫ് ദ റിസർച്ച്, അപ്പൊ ഒബ്ജക്റ്റീവ് ഓഫ് ദ റിസർച്ച് സ്റ്റേറ്റ്മെന്റ് ഫോമിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇത് തെറ്റാണ്. Now, the objective should be stated only in question form. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതും തെറ്റാണ്. And no objectives can be the objectives can be stated either in the form of a statement or a question. ഇതാണ് റൈറ്റ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. നൺ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇനി ലിറ്ററൽ മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നൺ ഓഫ് ദി അബവ് ഇസ് കറക്റ്റ് എന്നുള്ളത് തെറ്റാണ്. കാരണം ഇതിനകത്ത് ഒരെണ്ണം ഇവിടെ കറക്റ്റ് ഉണ്ട്. സോ ഓപ്ഷൻ സി. The statement can either be a statement, objective can either be a statement or a question. Variables of study are selected during. ഓക്കെ, അപ്പൊ എന്തൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഡേറ്റ കളക്ഷൻ സമയത്താണോ തീരുമാനിക്കുന്നത്? സാമ്പിൾ സെലക്ഷൻ ടൈമിലാണോ തീരുമാനിക്കുന്നത്? ആ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യേണ്ട സമയത്താണോ? അതോ ആ ഒരു സയന്റിഫിക് ഡെഫിനിഷൻ നമ്മൾ ആ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുന്ന സമയത്താണോ വേരിയബിൾസിനെ നിർണ്ണയിക്കുന്നത്? അപ്പോൾ വേരിയബിൾസിനെ നിർണ്ണയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഘടകങ്ങൾ ഞാൻ ഇതിനകത്ത് പഠിക്കണം എന്നുള്ളതിന് ആലോചിക്കുന്നതാണ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഘടകങ്ങൾ ഞാൻ ഇതിനകത്ത് പഠിക്കണം? തിങ്ക് അബൌട്ട് ഇറ്റ്. ഡേറ്റ കളക്ഷൻ സമയത്താണോ? സാമ്പിൾ അതുല്യ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ ഇപ്പൊ തന്നത്? അതുല്യ, അനന്യ, അർച്ചന, നിങ്ങൾ എല്ലാവരും പറയുന്നത് സാമ്പിൾ സെലക്ഷന്റെ സമയത്താണെന്ന്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞുതരാം. സാമ്പിൾ സെലക്ഷന്റെ സമയത്ത് അപ്പൊ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ എന്തൊക്കെ ഘടകങ്ങൾ നമുക്ക് എടുത്ത് പഠിക്കാം? ഓൾ റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ വേരിയബിൾസ് അങ്ങ് സെലക്ട് ചെയ്യാം. അങ്ങനെയാണോ നമ്മൾ വേരിയബിൾസ് സെലക്ട് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോ ആ ഒരു സാമ്പിൾ സെലക്ഷന്റെ സമയത്തല്ല, നമുക്ക് കിട്ടാൻ സൗകര്യമുണ്ട് എന്ന് വിചാരിച്ച് ആ ഒരു സമയത്തും അല്ല. ഓക്കെ, ഓപ്ഷൻ എ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി വന്നിട്ടുണ്ട്, ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. ഇല്ല, ഓപ്ഷൻ എ ആരും പറഞ്ഞിട്ടില്ല. ആൻഡ് ലെറ്റ് മീ സീ ഹിയർ. അഭിരാമി എസ് നായർ പറയുന്നു ഓപ്ഷൻ ഡി എന്നുള്ളത്. ആൻഡ് ബിനീഷ പറയുന്നു ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. കുറച്ചും കൂടെ പ്രാക്ടീസ് വേണം ഇതിനകത്ത്. ഈ റിസർച്ച് അനാലിസിസിന്റെ അല്ലെങ്കിൽ റിസർച്ചിന്റെ കോൺസെപ്റ്റ്സ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ലെസൺസ് എൻട്രി ആപ്പിലുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ എൻട്രി ആപ്പിന്റെ എന്താ പറയേണ്ടത്, അതിനകത്ത് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്ത് ആക്സസ് ഗെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്. അതിനകത്ത് ആക്സസ് ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഒക്കെ കംപ്ലീറ്റ് അതിലുണ്ട്. പിന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലൊന്നും റോങ് ആവത്തില്ല. അപ്പോൾ ലോജിക്കലി ഒന്നും കൂടെ തിങ്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതിന്റെ ആൻസർ ഒന്നും കൂടെ പറഞ്ഞതാ. ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്താണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും അവിടുത്തെ വേരിയബിൾ. ഇപ്പോ
നമ്മളിപ്പം എന്താ പറയേണ്ടത്, ഒരു ഏരിയയിലെ മാൽന്യൂട്രീഷനെ പറ്റി പഠിക്കാനായിട്ട് പോകുന്നു. അപ്പം മാൽന്യൂട്രീഷനെ പറ്റി പഠിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് വേണ്ട വേരിയബിൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങൾ പഠിക്കുമ്പോഴാണ് ആ മാൽന്യൂട്രീഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, പ്രോബബ്ലി അവിടുത്തെ കുട്ടികളുടെ എണ്ണം നമുക്ക് വേണം, അല്ലെ? കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് നമുക്ക് വേണം. ഏത് ഏജിലാണ് ഇവർക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത്, അത് നമുക്ക് വേണം. അവരുടെ ഭക്ഷണ രീതി, പ്രോബബ്ലി പേരൻസിന്റെ ഇൻകം, ഇതൊക്കെ നമുക്ക് വേണം. അപ്പൊ ഈ എന്തൊക്കെ ഘടകങ്ങൾ ഞാൻ ഈ ടെസ്റ്റിന് അല്ലെങ്കിൽ ഈ റിസർച്ചിന് വേണ്ടി പഠിക്കണം എന്നുള്ളത് ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്താണോ തീരുമാനിക്കുന്നത്, അതോ ആ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്താണോ തീരുമാനിക്കുന്നത്, അതോ ആ ഹൈപ്പോതെസിസ് സ്റ്റേറ്റ് ചെയ്യുമ്പോഴാണോ? രതീഷ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞത് എൻ്റെ വോയിസ് ക്ലിയർ അല്ല എന്നാണോ പറഞ്ഞത്, അതോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എന്നുള്ളതാണോ പറയുന്നത്? അതായത് ആ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ തീരുമാനിക്കണം എന്തൊക്കെ വേരിയബിൾസ് നമുക്ക് വേണം എന്നുള്ളത്, അല്ലെ? നമ്മൾ വീട്ടിൽ ഒരു ബിരിയാണി വെക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ ബിരിയാണിയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കത്തില്ലേ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്, അല്ലെ? അല്ല, നമ്മൾ അരി കഴുകി, നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യാമേ, അരി കഴുകി അടുപ്പിൽ ഇട്ടതിന് ശേഷം ആയിരിക്കില്ലല്ലോ തീരുമാനിക്കുന്നത് ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ആണോ മട്ടൻ ബിരിയാണി ആണോ വെക്കാൻ പോകുന്നത്, അതോ വെജിറ്റബിൾ ആണോ വെക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു സമയത്ത് തീരുമാനിക്കുക എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ വേണ്ട വേരിയബിൾസ് എന്നുള്ളത്. വേരിയബിൾസ് ഇസ് നത്തിങ്, പക്ഷേ എന്താ പറയണ്ടേ, ആ ഒരു സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പല ഘടകങ്ങളാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അത് ആദ്യമേ തീരുമാനിക്കണം. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഓപ്ഷൻ ഡി തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇവിടെ ഒരുപാട് പേർക്ക് അത് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വെരി ഗുഡ്. Alright, now an operational definition of the term used in the title of a research problem refers to. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് an operational definition of a term. അപ്പോൾ ഒരു operational definition ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു definition of a term used in the title of a research problem refers to what among the following? A definition quoted in glossaries or dictionaries, a most acceptable definition of the term, a comprehensive definition of the term, although a definition that gives meaning to the term and helps into quantification. അപ്പോൾ ഇവിടെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് എ ടേം, ഒരു ടേമിൻ്റെ ഓപ്പറേഷണൽ, അതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ, അത് ഒരു റിസർച്ച് ടൈറ്റിൽ യൂസ് ചെയ്യുന്ന, ഒരു റിസർച്ച് പ്രോബ്ലത്തിന്റെ ടൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ എന്തിനെയാണ് അത് ശരിക്കും റെഫർ ചെയ്യുക എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ, അപ്പൊ ഈ ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് ടേം ഈസ് എ ഡെഫിനിഷൻ ദാറ്റ് ഗിവ്സ് മീനിങ് ടു ദ ടേം. ആ ഒരു ടേം എന്താണെന്നുള്ളതിന്റെ അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ആയിരിക്കണം നമുക്ക് അവിടെ വേണ്ടത്. ആൻഡ് ഹെൽപ്സ് ഇൻ ടു ക്വാണ്ടിഫിക്കേഷൻ, ഇതിനെ ക്വാണ്ടിഫൈ ചെയ്ത് എടുത്ത് മനസ്സിലാക്കി കൊണ്ടുവരാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ ആ പറഞ്ഞ് വരുന്നത്. ആൻഡ് സമ്മറി ഓഫ് ദ ലിറ്ററേച്ചർ. സമ്മറി ഓഫ് ദ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ടേം ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ്? സമ്മറി ഓഫ് ദ ലിറ്ററേച്ചർ. അപ്പൊ അല്ലെങ്കിൽ സമ്മറി ഓഫ് ദ ലിറ്ററേച്ചർ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അതൊരു ബിബ്ലിയോഗ്രാഫി ആണോ? A description of significant findings from each relevant reference that the researcher searched, അതാണോ? A description of main findings that are organized around main themes that emerge from literature search, അതാണോ? അതോ none of the above ആണോ? ഇപ്പൊ നമുക്കറിയാം ലിറ്ററേച്ചർ റിവ്യൂ അതിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റിസർച്ച് റിപ്പോർട്ടിനകത്തോ തീസിസിനകത്തോ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ റിവ്യൂ ചെയ്തെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തു പോകണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് എവിടെ നിന്ന് റെഫർ ചെയ്തു, അതിന് ഒരു ഇന്റർനെറ്റിൽ നിന്നാണെങ്കിൽ അതിന്റെ ലിങ്ക് ഉണ്ടാകണം, ഒരു ബുക്കിൽ നിന്നാണെങ്കിൽ ബുക്കിന്റെ പേജ് നമ്പർ ഉണ്ടാകണം, ബുക്കിന്റെ പേരുണ്ടാകണം, ലൈൻ നമ്പർ ഉണ്ടാകണം. ഇതൊക്കെ അതിനകത്ത് വേണം നമ്മൾ ആ ഒരു ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക്. അപ്പൊ സമ്മറി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ a description of significant findings
ഫ്രം ഈച്ച് റെലവൻറ്റ് റെഫറൻസ്. ഓരോ റെലവൻ്റ് ആയിട്ടുള്ള റെഫറൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ഫൈൻഡിങ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ആ റിസർച്ചർ എവിടെയൊക്കെ നോക്കി സെർച്ച് ചെയ്ത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് സമ്മറി ഓഫ് ദ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി നോക്കിയേ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മെയിൻ ഫൈൻഡിങ്സ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് അറൌണ്ട് മെയിൻ തീംസ്. ഇതല്ല ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്മറി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. എന്തൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒരു റൈറ്റപ്പ് ആണ് സമ്മറി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അല്ല അതിൽ നിന്ന് എന്ത് നമ്മൾ എടുത്തു എന്നുള്ളതല്ല അതിൻ്റെ സമ്മറി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ഈ ഒരു സി എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെയിൻ ഫൈൻഡിങ്സ് അല്ലെ, പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് അറൌണ്ട് നമ്മുടെ മെയിൻ തീമുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഫൈൻഡിങ്സ് മാത്രം എഴുതുന്നതാണോ? അല്ല. നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ലിറ്ററേച്ചർ റിവ്യൂയുടെ കാര്യം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കണം. അതാണ് ലിറ്ററേച്ചർ സമ്മറി. Now, the term action research was coined by who? Right. ഓപ്ഷൻ എ തന്നെയാണ്. കർട്ട് ലൂവിൻ ആണ് ഈ ഒരു ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ടേം. അപ്പൊ ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആക്ഷൻ റിസർച്ച് നമുക്കറിയാം സ്കൂൾസിൽ യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് ആണ്. ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഒരു സ്കൂളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ, ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ റിസർച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു ടേം കുറെ കൂടെ നമ്മൾ കേൾക്കണം എന്ന് പറയുന്നത്. സോ കർട്ട് ലുവിൻ, ആൻഡ് ദിസ് വാസ് ഇൻ ദ ഇയർ 1940. ആൻഡ് കർട്ട് ലുവിൻ ഒരു ജർമ്മൻ അമേരിക്കൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ. The best method of sampling whenever the population is homogeneous. അപ്പോൾ പോപ്പുലേഷൻ സാമ്പിളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ പോപ്പുലേഷൻ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ കണക്കത്തെ പോപ്പുലേഷൻ ആയിരിക്കുന്ന സമയത്ത് ആ സാമ്പിളിംഗ് എടുക്കുന്നതിന്, അപ്പോൾ റിസർച്ചിന് നമുക്കിപ്പം 100,000 പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ 100,000 ആൾക്കാരുടെയും ഇൻഫർമേഷൻ പോയി കളക്ട് ചെയ്യത്തില്ല. ബിക്കോസ് ദെൻ ഇറ്റ് ബിക്കംസ് ടു ടീഡിയസ് അല്ലേ. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഈ പോപ്പുലേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ, ഒരേ തരത്തിലുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ എന്ത് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കും? സ്ട്രാറ്റിഫൈഡ്, പെർപ്പസീവ്, റാൻഡം, ഇൻസിഡന്റൽ. ഇതിന് റാൻഡം മതി. ഇറ്റ്സ് കോൾഡ് റാൻഡം എന്ന് പറഞ്ഞാൽ അതിൽ ആരെ പിക്ക് ചെയ്താലും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണ്, കാരണം അവർ ഹോമോജീനിയസ് ആണ് അല്ലെ. അതിൽ ആരെ പിക്ക് ചെയ്താലും, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളീസ് ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു, അല്ലെങ്കിൽ മലയാളിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാമ്പിളിംഗ് ആണ് വേണ്ടത്. അപ്പം മലയാളി പോപ്പുലേഷൻ എന്ന് പറയുമ്പം ഏകദേശം കാര്യങ്ങള്, ഭക്ഷണ ശൈലികള്, എന്താ പറയേണ്ടത്, ചെയ്യുന്ന ജോലികള്, സംസാരിക്കുന്ന ഭാഷ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലെ. അതാണ് ആ ഹോമോജീനിയസ് എന്നവിടെ പറയുന്നത്. വീട് വെക്കുന്ന രീതികള്, ഇതൊക്കെ മലയാളീസിന് എവിടെ പോയിരുന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സാമ്പിളിന് എടുക്കുമ്പം നമുക്ക് റാൻഡം സെലക്ഷൻ മതി. എന്ന് പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്താലും അവരൊരു പോസിബിൾ അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് സാമ്പിൾ ആണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതാണ് റാൻഡം സെലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് സാമ്പിളിംഗ് റെഫേഴ്സ് ടു, സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സാമ്പിളിംഗ്? സെലക്ടിങ് സ്മോൾ പോർഷൻ ഓഫ് എ യൂണിവേഴ്സ്, അതാണോ സാമ്പിളിംഗ്? സെലക്ടിങ് എ ലാർജ് പോപ്പുലേഷൻ ഓഫ് എ യൂണിവേഴ്സ്, അതാണോ സാമ്പിളിംഗ്? സാമ്പിളിംഗ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സെലക്ടിങ് എ റെപ്രസെന്റേറ്റീവ് പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ആണോ, അതോ സെലക്ടിങ് സ്മോൾ പോർഷൻ ഓഫ് എ പോപ്പുലേഷൻ ആണോ? അപ്പോൾ ചില സാമ്പിളിങ്ങിൽ നമുക്ക് റെപ്രസെന്റേറ്റീവ് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ തന്നെ വേണ്ടി വരും. അതല്ലെങ്കിൽ ജനറലി സെലക്ടിങ് എ സ്മോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ സ്മോൾ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ, അതാണ് സാമ്പിളിംഗ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു ചെറിയ പോർഷൻ ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. 100,000 ഉള്ളതിൽ 1% ആയാൽ തന്നെ അതിനകത്ത് എത്ര വരും? 1000 വരും അല്ലേ, ഒരു പെർസെൻറ്റേജ് എന്ന് പറയുമ്പം.
അപ്പോൾ അതാണ് ഒരു സ്മോൾ പോർഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ആ ഒരു സ്മോൾ പോർഷനെ സെലക്ട് ചെയ്ത് അത്രയും ആൾക്കാരോട് ഇൻഫർമേഷൻ ചോദിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെ ഇൻകറക്റ്റ് ആണ്? ഇന്റർവ്യൂ സ്കെഡ്യൂൾ ഇസ് എ റിസർച്ച് ടൂൾ. ഓക്കെ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് റിസർച്ചിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ്. അപ്പൊ ഇന്റർവ്യൂ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് സ്കെഡ്യൂൾ ചെയ്യുന്ന ഇന്റർവ്യൂസ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നിങ്ങളിൽ കുറച്ച് ആൾക്കാരിൽ എന്താ പറയേണ്ടത്, എൻ്റെ റിസർച്ച് സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ തീരുമാനിച്ചാല് എനിക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളെ വിളിച്ച് ഒരു ടൈം ഫിക്സ് ചെയ്യുന്നതാണ് ഒരു ഇന്റർവ്യൂ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോ ഇന്റർവ്യൂ സ്കെഡ്യൂൾ ഒരു റിസർച്ച് ടൂൾ ആണോ? ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആണോ? നമുക്ക് അറിയേണ്ടത് ഇൻകറക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത്. ഇഫ് ദ സ്റ്റഡി പോപ്പുലേഷൻ ഇസ് ഇല്ലിറ്ററേറ്റ്, ഡേറ്റ കളക്ഷൻ യൂസിങ് ക്വസ്റ്റ്യനെയർ ഇസ് അപ്രോപ്രിയേറ്റ്. നമ്മൾ പറയുന്നത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ പ്രിന്റ് ചെയ്ത് നമ്മൾ അവരുടെ കൈ കൊടുക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി ഇസ് ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി ഇസ് നീദർ 1 nor 2 ആർ ഇൻകറക്റ്റ്. ഇവിടെ നമുക്കറിയാം ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്തവരുടെ അടുത്ത് ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല, അല്ലെ? അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഔട്ട് ഹിയർ. Now, SPSS, what does this stand for? ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ SPSSന്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദ സോഷ്യൽ സയൻസസ്. ഇതാണ് SPSSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പാക്കേജ് അല്ല, സോഷ്യൽ പ്രോഗ്രസ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ ദ സോഷ്യൽ സയൻസസ് ആണ് SPSS എന്ന് പറയുന്നത്. What aspect of the research report should be most concerned when it is not peer reviewed? റിസർച്ച് റിപ്പോർട്ട് ഒരു പിയർ റിവ്യൂ നടത്തേണ്ടിയ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിയർ റിസർച്ചർ, നമ്മുടെ പോലെ തന്നെ മറ്റൊരു റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് റിസർച്ച് റിപ്പോർട്ട് സബ്മിഷന് മുന്നേ ഒന്ന് റിവ്യൂ ചെയ്യിപ്പിക്കേണ്ടത് ഒരാവശ്യമാണ്. അപ്പോ ഈ പിയർ റിവ്യൂ നടക്കാതെ വരുന്ന സമയത്ത് ഏത് ആസ്പെക്റ്റിനെയാണ്, ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഏത് ഘടകത്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ റിപ്പോർട്ട് ആണോ, ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ റിപ്പോർട്ട് ആണോ, ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് ആണോ? അല്ല, ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ റിസർച്ച്, ക്വാളിറ്റി ഓഫ് ദ റിസർച്ച്, ഓതറിന്റെ സിൻസിയറിറ്റി ആണോ? ഓതറിന്റെ സിൻസിയറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പിയർ റിവ്യൂ ഇല്ലാത്ത സമയത്ത് ആ ഒരു റിസർച്ചറൊക്കെ പിയർ റിവ്യൂ ഇല്ലാതെ ഞാനിത് സബ്മിറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ ഏതിനെയാണ് നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് കൊടുക്കേണ്ടത്? ഈ 4 പോയിന്റ്സിൽ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, ക്വാളിറ്റി ഓഫ് ദ റിസർച്ച്. റിസർച്ചിന്റെ ക്വാളിറ്റി ഭയങ്കര ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് അവിടെ വരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി, which of the following is not a form of qualitative research? Ethnography, ex post facto, case study, phenomenological inquiry. Option B ആണ് qualitative research. Ex post facto research is not a qualitative research. അടുത്തത്, who popularized action research? അപ്പം ആക്ഷൻ റിസർച്ച് എന്ന ടേം ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പൊ ആ ഒരു ടേം ആ ഒരു വ്യക്തി ഉണ്ടാക്കിയിരുന്നുവെങ്കിലും അതിനെ പോപ്പുലർ ആക്കി എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചില്ല. അപ്പോൾ അതിനെ പോപ്പുലർ ആക്കി എടുത്തത് സ്റ്റീഫൻ എം കോറി ആണ്. ആക്ഷൻ റിസർച്ചിനെ ശരിക്കും പോപ്പുലർ ആക്കി എടുത്തിട്ടുള്ളത്. The least important thing to do in teaching is, ടീച്ചിങ്ങിൽ വളരെ 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 ഇമ്പോർട്ടൻറ്റ് കുറവ് കൊടുക്കേണ്ട ഒരു സംഗതി, ഡ്രോയിങ് സ്കെച്ചസ് ആൻഡ് ഡയഗ്രാംസ് ഓൺ എ ബ്ലാക്ക് ബോർഡ്, അതിന് ആണോ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ്? ലെക്ചറിങ് ഇൻ എൻ ഇൻട്രസ്റ്റിംഗ് വേ ആണോ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? എൻഷ്യൂറിങ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് ആണോ, അതോ പണിഷിങ് ദ സ്റ്റുഡൻസ് ആണോ? കുട്ടികളെ ഒരു ചൂരിലെടുത്ത് തലങ്ങും വിലങ്ങും അടിക്കുക എന്നുള്ളതാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അതാണ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലേ? പണിഷിങ് ദ സ്റ്റുഡൻസ്. ഇത്
നമുക്കങ്ങ് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ്. ബാക്കിയെല്ലാം നമുക്ക് വേണം. For a teacher, which is the most important skill to possess? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും ഒന്ന് കവർ ചെയ്തിരുന്നു. ആൻഡ് അപ്പോൾ അതിൻ്റെ മറ്റൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ റീഅപ്പിയർ ചെയ്തിരിക്കുക. കവറിങ് ദ പ്രിസ്ക്രൈബ്ഡ് കോഴ്സ്. ഓക്കെ, അപ്പം ആ ഒരു ടൈമിൽ, ഗിവൻ ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണോ, ഓ എൻഷുറിങ് ദാറ്റ് ദ സ്റ്റുഡൻസ് ആർ റിലാക്സ്ഡ് വൈൽ ടീച്ചിങ്, അവരെ ഭയങ്കര സന്തോഷവാന്മാരാക്കി ഇരുത്തുകയാണോ, ഓ മേക്കിംഗ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ആണോ, അതോ ടീച്ചർ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരണം എന്നുള്ളതാണ്. ഓപ്ഷൻ സി, യെസ് യു ആർ റൈറ്റ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. Which of the following is the biggest barrier to communication in a classroom? അപ്പൊ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഒരു തട ആയിട്ട് വരുന്നത് എന്താണ്, ഏത് ഘടകമാണ്? കൺഫ്യൂഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ, ലാക്ക് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്, ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസ്, നോയ്സ് ഇൻ ദ ക്ലാസ് റൂം. ഇതെല്ലാം ബാരിയേഴ്സ് ആണ് ക്ലാസ് റൂം ടീച്ചിങ്ങിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ ഉള്ള ബാരിയേഴ്സ് ആണ് ഇതെല്ലാം. ലാക്ക് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്, അത് ഒരു പക്ഷെ ഒരു ബാരിയർ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതൊരു വലിയ ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു മൈക്കിന്റെ ആവശ്യം വന്നു, സ്പീക്കേഴ്സ് വേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, അതില്ലെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ എ ടീച്ചിങ് എയ്ഡ്. അതില്ല എന്നുള്ളത്, ഒരു ബ്ലാക്ക് ബോർഡ് ഇല്ലെങ്കിലും ഒരു ടീച്ചിങ് എയ്ഡ്. പക്ഷേ ടീച്ചർ ക്യാൻ സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ്, അല്ലെ? ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസ്, ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസ് ഒരു ബാരിയർ ആണോ? നോയ്സ് ഇൻ ദ ക്ലാസ് റൂം, ഇതൊക്കെ ബാരിയേഴ്സ് ആണ്. അല്ല, ബിഗ്ഗസ്റ്റ് ബാരിയർ ഇസ് ദ കൺഫ്യൂഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ. ഏറ്റവും വലിയ ബാരിയർ. ഇപ്പൊ ടീച്ചർ കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയേയില്ല. അതാണ് അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൗ ഇസ് ദ കമ്പീറ്റൻസി ഓഫ് എ ടീച്ചർ ജഡ്ജ്ഡ്? അപ്പോ ഒരു ടീച്ചർ എന്തുമാത്രം കമ്പീറ്റന്റ് ആണ്, എഫക്റ്റീവ് ആണ് എന്നുള്ളത് ജഡ്ജ് ചെയ്യണമല്ലോ. അപ്പൊ ഹൗ ഇസ് ദാറ്റ് ജഡ്ജ്മെന്റ് ഡൺ? ലെങ്ത് ഓഫ് അസോസിയേഷൻ വിത്ത് എ സ്കൂൾ, 30 വർഷമായിട്ട് ആ സെയിം സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, അപ്പോൾ ആ ടീച്ചർ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണോ? അതോ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിന്റെ ആവശ്യങ്ങളെല്ലാം ഈ ഒരു ടീച്ചർക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നു, അങ്ങനെയാണോ? അതോ ആ ഒരു ടീച്ചറുടെ പേഴ്സണാലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണോ? അതോ ആ ടീച്ചർ കുറെ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഗൈഡ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് വളരെ എഫക്റ്റീവ് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ്. ആ സ്കൂളിന്റെ ലെങ്ത് ഓഫ് അസോസിയേഷൻ വെച്ച് നോക്കിയാൽ 30 വർഷമായിട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് ടീച്ചർ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞത്. ആൻഡ് നല്ല പേഴ്സണാലിറ്റി ഉള്ള ടീച്ചേഴ്സ് നല്ല എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഈ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് വേണ്ട ആൻസർ ഇതാണ്, മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസിന്റെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ടീച്ചർ കമ്പീറ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ 30 വർഷമായിട്ട് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചറിനേക്കാളും നിങ്ങളുടെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് യു മൈറ്റ് ബി ഏബിൾ ടു ഡു എ ബെറ്റർ ജോബ് വേർ ഓപ്ഷൻ ബി ഇസ് കൺസേൺഡ്. സോ യു ബിക്കം എ മോർ കമ്പീറ്റന്റ് ടീച്ചർ എന്ന് വേണമെങ്കിൽ അവിടെ നമുക്ക് പറയാം. വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് ഫോർ എ ടീച്ചർ? ഒരു ടീച്ചർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ചസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്താണ്? മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് റൂം. അത് എല്ലാ ടീച്ചേഴ്സിനും ഒരു ചാലഞ്ച് ഒന്നുമല്ല. ചില ടീച്ചേഴ്സ് ആ ക്ലാസ് റൂമിന്റെ വിൻഡോയുടെ സൈഡിൽ കൂടെ പാസ് ചെയ്താൽ മതി, എൻറ്റയർ സ്കൂളിൽ ഡിസിപ്ലിൻ ആകും, അല്ലെ, ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ അത് ചില ടീച്ചേഴ്സിന് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ സം ടീച്ചേഴ്സ് ഇറ്റ് ഇസ് റിയലി വെരി ഈസി. അതൊരു അത്ര വലിയ ചാലഞ്ച് അല്ല. ഇനി ഗെറ്റിംഗ് അസൈൻമെന്റ്സ് ഫിനിഷ്ഡ്, കുട്ടികളെ കൊണ്ട് അവർക്ക് കൊടുത്തേക്കുന്ന അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നതാണോ ഒരു ടീച്ചർക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്? നമുക്ക് മറ്റ് ചാലഞ്ചസ് നോക്കാം. മേക്കിംഗ് ടീച്ചിങ് ലേണിംഗ് എൻജോയബിൾ, അതാക്കുന്നതാണോ? ചെക്കിംഗ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊരു ചാലഞ്ച് ആണോ? ഇതിലേതാണ് ശരിക്കും ചാലഞ്ച് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു ചാലഞ്ച്? നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഇതിന്റെ എക്സ്പെക്റ്റഡ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മേക്കിംഗ് ടീച്ചിങ് ലേണിംഗ് എൻജോയബിൾ. 30 കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ 30 പേര് 30 രീതിയിലായിരിക്കും ആ ഒരു ടീച്ചിങ്ങിനെ എൻജോയ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് 30 തവണ ആ ക്ലാസ് എടുക്കാൻ കഴിയില്ല ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ജനറലായിട്ട് അതിനകത്തൊരു ചേഞ്ച് വരുത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ടീച്ചർക്ക് പഠിപ്പിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ്
ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച്. അപ്പൊ ബിഗസ്റ്റ് ചാലഞ്ച് എന്നല്ല ഞാനിവിടെ പറഞ്ഞത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ചാലഞ്ചസിന് ഈ ഒരു ചാലഞ്ചിനെ വെച്ച് നോക്കുമ്പം അത്ര ഇമ്പോർട്ടൻറ്റ് അല്ല, എന്നാൽ അതും ചാലഞ്ചസ് ആണ്. ഓക്കെ, ഡാഷ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ എൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതിൽ ഒരെണ്ണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഇല്ലാത്ത ഒന്നാണ്. അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ്, സ്പീച്ച് മോഡുലേഷൻ, ചാമിങ് പേഴ്സണാലിറ്റി, ഗുഡ് നോളജ് ഓഫ് ദ കണ്ടന്റ്. അപ്പൊ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഘടകം ഇതിലേതാണ്? നിങ്ങൾ കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട, എൻ്റെ കാര്യം എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം 2 മണിക്കൂറായിട്ട് നമ്മൾ ഇടപെടുന്ന എൻ്റെ കാര്യം മാത്രം നോക്കുക. അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ്, ഞാൻ കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, അത് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുന്നില്ലേ, എൻ്റെ ജെസ്റ്റേഴ്സ് വരുന്നില്ലേ? സോ അത് റിക്വയർഡ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. സ്പീച്ച് മോഡുലേഷൻ, ചിലപ്പം കയറി ഇറങ്ങി ഒക്കെ വരുന്നില്ലേ എൻ്റെ സൗണ്ട്, ചില വേർഡ്സിനെ ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാ നോക്കണേ, ഒരു ചാമിങ് പേഴ്സണാലിറ്റി ആക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ചാമിങ് പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷനിൽ പെടുന്ന ഒരു വ്യക്തിയല്ല. കുറെ കൂടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. എന്നാൽ ഞാൻ അഗ്ലി ആണെന്നല്ല പറയുന്നത്, ഞാനൊരു ചാലഞ്ചിങ് പേഴ്സണാലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഐ എം നോട്ട് എ ചാമിങ് പേഴ്സണാലിറ്റി. ആൻഡ് ഗുഡ് നോളജ് ഓഫ് ദ കണ്ടന്റ് ഉണ്ടായിരിക്കണം, അല്ലെ? ആ ഒരു ലെസനെ പറ്റിയുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ചാമിങ് പേഴ്സണാലിറ്റി വേണമെന്ന് നിർബന്ധമില്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ് വേണം, സ്പീച്ച് മോഡുലേഷൻ വേണം, കണ്ടന്റ് നോളജ് ഒത്തിരി ഉണ്ടായിരിക്കണം, ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം, എന്നാലേ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ അപ്രോപ്രിയേറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഹൂ ഇസ് എൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ? ഓക്കെ, അപ്പൊ ഇനി ആരാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട്? ദ വൺ ഹൂ ഇസ് എ ഹ്യൂമറസ് സ്പീക്കർ, the one with histrionic talents, the one who is clear with what he says, the one who can speak in many languages. Okay, അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ 7 ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാ. 7 ഭാഷ സംസാരിക്കുന്നെങ്കിൽ ഗുഡ് ഫോർ ഹിം. 7 ഡിഫറെന്റ് രാജ്യങ്ങളിൽ പോയിട്ട് സംസാരിക്കാം, അല്ലെ? പക്ഷേ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ പറയുന്നത് അതേപോലെ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ദ വൺ ഹൂ ഇസ് ക്ലിയർ വിത്ത് വാട്ട് ഹി സേസ് ആണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് റിക്വയർഡ് ഇൻ എ ക്ലാസ് റൂം? വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് റിക്വയർഡ് ഒരു ക്ലാസ് റൂമിൽ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതി. ഓക്കെ, ഈ 4 എണ്ണത്തിൽ ഏതാണത്? A teacher delivering his lecture according to textbook and research. ഇത് റിക്വയർഡ് ആണോ ഒരു ക്ലാസ് റൂമിന്? A teacher delivering his lecture on the basis of textbook contents and standard books. ഇത് ഒരു റിക്വയർഡ് കമ്പോണന്റ് ആണോ? Teacher effectively answering the questions asked by students. ഇതാണോ? A teacher who is disciplined and takes attendance regularly. തീർച്ചയായിട്ടും ടീച്ചർ അറ്റൻഡൻസ് എടുക്കണം, അല്ലെ? പക്ഷേ അത് ഒരു ക്ലാസ് റൂമിൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ യെസ്, സ്കൂൾ പറയും നിർബന്ധം തന്നെയാണ്. പക്ഷേ ഇതാണ് നമ്മുടെ എന്താ പറയണ്ടേ എക്സ്പെക്റ്റഡ് ആൻസർ ഇവിടെ. ടീച്ചർ എഫക്റ്റീവ്ലി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ സ്റ്റുഡൻസ്. അപ്പോൾ ഇതിനിപ്പോ പറയാം, ഇഫ് യു ക്യാൻ ആക്ച്വലി ചാലഞ്ച് യുവർ സ്റ്റുഡൻസ്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക, ബട്ട് ബേസ്ഡ് ഓൺ ദ ടോപ്പിക്. അത് പ്രത്യേകം പറയണം, ഇല്ലെങ്കിൽ അവർ കുട്ടികളാ, അവരെന്തും ചോദിക്കും. അപ്പൊ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് യു ഹാവ് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഐ ആം നോട്ട് ഏബിൾ ടു ആൻസർ യു. എനിക്ക് എൻ്റെ ഉത്തരം മുട്ടിക്കുക, ചോദിച്ച് എൻ്റെ ഉത്തരം മുട്ടിക്കുക. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ അതൊരു സെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് 100% എഫക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് 100% എഫക്റ്റീവ് ആയിരുന്നു. അത് അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള പ്രചോദനം ഉണ്ടായത്. റൈറ്റ്. സ്റ്റുഡൻസ് ലേൺ മോർ ഫ്രം എ ടീച്ചർ ഹു ഇസ് ഹാർഡ് വർക്കിംഗ്, ജെന്റിൽ, അഫെക്ഷനേറ്റ്, ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഐഡിയാസ് എഫക്റ്റീവ്ലി. ഓക്കെ, കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്ത് വരുന്ന വേറൊരു ചോദ്യമാണ്, വേറൊരു രീതിയിൽ ഇവിടെ ചോദിച്ചേക്കുന്നത്. നമ്മുടെ എഫക്റ്റീവ് അല്ല,
എക്സ്പെക്റ്റഡ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് സ്റ്റുഡൻസ് ഒരുപാട് പഠിക്കും, 100% ഉറപ്പാണ്. ജെന്റിൽ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കും, ആൻഡ് എഫെക്ഷനറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നും സ്റ്റുഡൻസ് പഠിക്കും. ഇതൊക്കെ ഒരു ടീച്ചറിന് റിക്വയർഡ് ആയിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഐഡിയാസ് എഫക്റ്റീവ്ലി, ടീച്ചറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം തന്നെ ഇവിടെ നമുക്കുള്ളത്. Alright, so that brings us to the end of our session for today. നമ്മളിപ്പോൾ അപ്രോക്സിമേറ്റ്ലി 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And I have another 80 or to 100 questions waiting for you guys. അത് എന്താ പറയണ്ട, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത സ്ലോട്ട് എനിക്ക് തരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ മുതലായിരിക്കും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുക. ഇറ്റ് വുഡ് ബി എ കണ്ടിന്യൂവേഷൻ ഓഫ് വാട്ട് വി ഹാവ് ഡൺ റൈറ്റ് നൗ. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ലാംഗ്വേജ് ലാബ്സ് എന്നും പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ലാബ്സ് ഹെൽപ്പ് ഡെവലപ്പ് ദ സ്കിൽസ് ഓഫ് റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഓർ ഓൾ ഓഫ് ദി അബവ്. ലാംഗ്വേജ് ലാബ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പീക്കിങ്ങും ലിസണിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് പ്ലീസ് ലുക്ക് ഫോർ ദ അനൗൺസ്മെന്റ് സെക്ഷൻ ഓൺ യൂട്യൂബ്. യൂട്യൂബിൽ അത് അനൗൺസ് ചെയ്യും, നിങ്ങൾക്ക് SMS വരും. എന്താ പറയേണ്ടത്, നമ്മുടെ കോഴ്സ് അഡ്വൈസേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, വിളിക്കും. You can speak to anybody, or you can just give a call back to entryയിൽ വിളിച്ച് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റുന്നതാണ്. And believe me, the classes are really effective. Go through it. And ഇതിന്റെ ബാക്കി പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാകും. So my name is Sebastian. I am a teacher with Entry. Thank you very much for attending this session. Wish you all a good evening and wish you all the very best. Thank you, guys. All right.